ഇടയ്ക്ക് വെച്ച് സിനിമകൾ കുറഞ്ഞു പോകുന്നു അല്ലേ? അതേക്കുറിച്ച് പ്രിയങ്ക ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് സിനിമകൾ കുറഞ്ഞു പോകുന്നത്? ഇടയ്ക്ക് വെച്ചാൽ ഒരു 10 വർഷത്തോളം സിനിമ കുറഞ്ഞു പോയതെന്ന് പറയുന്നത് എൻ്റെ ഫാമിലി ലൈഫ് ഇമ്പോർട്ടൻസ് ആയിരുന്നു. എനിക്ക് മോനുണ്ടായിരുന്നപ്പോൾ ഞാൻ എൻ്റെ മോൻ്റെ കൂടെ ഒരു 10 വർഷത്തോളം അങ്ങനെ ഒരു യാത്രയായിരുന്നു. പിന്നെ ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞാൽ കുറേ പടങ്ങൾ വരാൻ തുടങ്ങി. അങ്ങനെ ആ പടങ്ങൾ വന്നു തുടങ്ങിയപ്പോൾ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പടങ്ങളിൽ സിസ്റ്റർ ക്യാരക്ടർ, നമ്മൾ ചെയ്യുന്ന സഹനടികൾ ചെയ്യുന്ന പോലത്തെ അമ്മ ക്യാരക്ടർ, അങ്ങനെയുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് കുറഞ്ഞു തുടങ്ങി. അപ്പോൾ നമ്മളെപ്പോലുള്ളവർക്കൊക്കെ കുറേ റോളുകൾ കുറഞ്ഞു എന്നുള്ളത് സത്യം തന്നെ. അതെന്നെ ശരിക്കും പറഞ്ഞാൽ ബാധിച്ചിട്ടുമില്ല. കാരണം ഞാൻ ഫാമിലി നോക്കി വീട്ടിലിരുന്നിരുന്ന ആളും മോൻ്റെ ഒരു വളർച്ചയുടെ ഒപ്പം നീങ്ങിയതുകൊണ്ട് എനിക്കത് അത്ര ഫീൽ ചെയ്തിട്ടില്ല. ഞാനപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ചെയ്ത് നിന്നിട്ടേ ഉള്ളൂ. അത്തരം ഒരു സിനിമ സ്വയം ഈ പറഞ്ഞ പോലെ കുടുംബമായിട്ട് മാറി നിന്നപ്പോഴാണ് സിനിമകൾ കുറഞ്ഞു വരുന്നത്. പിന്നീട് സിനിമയിലേക്ക് എത്താൻ അത് കഴിഞ്ഞിട്ട് ഒരു ഇത്രയും ഗ്യാപ്പ് എടുത്ത് പിന്നീട് സിനിമയിലേക്ക് വരാൻ പാടുപെടണ്ടായി വന്നു. എനിക്ക് പാടുപെടുന്ന ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ചെയ്തിരിക്കുന്ന പടങ്ങൾ ഒരു ഓൾമോസ്റ്റ് കുറച്ച് നാളുകൾക്ക് മുമ്പ് ചെയ്തിരിക്കുന്ന പടങ്ങളെല്ലാം ഒരുവിധം മിക്ക നല്ല ഡയറക്ടേഴ്സും ഒരിക്കലും മനസ്സിൽ വിചാരിക്കാത്ത സ്റ്റാർസ്, ശ്രീദേവി, അരവിന്ദസ്വാമി, ഇങ്ങനെയുള്ള ഒരുപാട് നല്ല ആൾക്കാരോട് നമ്മൾ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം നമ്മളെ എത്രയെന്ന് വിചാരിക്കാത്തൊരു ഫീൽഡിലാണ് ഞാൻ എത്തിച്ചേർന്നത്. അപ്പം എന്നെ സംബന്ധിച്ച് ഇതൊരു വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അത് ഇനി എത്തിപ്പെടാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ കടമ്പ ചാടി ചെല്ലണമെന്ന് എൻ്റെ മനസ്സിൽ തോന്നിയിട്ടില്ല. അപ്പോൾ എനിക്കിപ്പോൾ ഒരു സീൻ ചെയ്യാനാണെങ്കിലും പ്രിയങ്ക അത് ചെയ്യണം എന്ന് പറഞ്ഞ് വിളിച്ച ഒരുപാട് ഡയറക്ടേഴ്സ് ഉണ്ട്. പ്രിയങ്ക ചെയ്തു തന്നത്. അപ്പോൾ അങ്ങനെയുള്ള സീൻ എന്നെ വിളിച്ചിട്ടുണ്ട്. അത് ഈ ഗ്യാപ്പിനിടയ്ക്ക് എന്നെ വിളിച്ചിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിവിൻ പോളിയുടെ ആ ക്രിക്കറ്റിൻ്റെ പടം, അതിലൊരു ബ്യൂട്ടീഷ്യനായിട്ട് ഒറ്റ സീനേ ഉള്ളൂ. ആ ഡയറക്ടർ വിളിച്ചു, വന്ന് ചെയ്യാൻ പറഞ്ഞു. ഞാൻ വന്ന് ചെയ്തല്ലോ. എനിക്കതിന് കാരണം നമ്മൾ ഇപ്പോൾ ഒരു പടം ചെയ്യുമ്പോൾ നമ്മൾ അഭിനയിക്കാൻ വേണ്ടി വന്നതല്ലേ. അപ്പോൾ ഒരു സീനാണെങ്കിലും വന്ന് ചെയ്യുക, പോവുക. അല്ലാതെ എനിക്ക് അങ്ങനെ അഭിനയിക്കാൻ യൂണിയൻ ചാൻസ് കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു വിഷമമൊന്നും എനിക്കുണ്ടായിട്ടില്ല. പിന്നെ പരിഭവം പാർവതി അറിയാലോ, അതെൻ്റെ സ്വന്തം ഞങ്ങളുടെ ഒരു പ്രൊഡക്ഷനാണ്. അത് ഇങ്ങനെ ഏഷ്യാനെറ്റിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് അഭിനയം എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഇല്ല എന്നുള്ളൊരു വിഷമം നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ മാറ്റി നിർത്തിപ്പെട്ടിട്ടുണ്ടോ എന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെയുള്ള ചെറുതായിട്ട് തോന്നിയിരുന്നു. നമ്മളൊക്കെ ഇപ്പം ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുമുണ്ട് ചില ഇതിൽ. കാരണം ഇങ്ങനെ പടങ്ങൾ, പുതിയ ന്യൂ ജനറേഷൻ പടങ്ങൾ വരുമ്പോൾ നമ്മൾ മാറ്റി നിർത്തിയായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അതിൽ വരുന്നൊക്കെ പുതിയ ആൾക്കാരെ അവരുടെ ഒരു ഗ്യാങ് പോലെയൊക്കെ ചെയ്യാൻ തുടങ്ങിയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം പടം കാണുമ്പോൾ ഒരു ഇതുമില്ലാത്ത പുതിയ ആൾക്കാർ വരുന്നു, അവരെ കണ്ടിന്യൂ ചെയ്തിട്ട് ചില ഗ്യാങ്ങുകൾ ഇങ്ങനെ കൊണ്ടുപോകും. എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കും, ഈ ക്യാരക്ടറൊക്കെ നമ്മൾ വിളിക്കായിരുന്നല്ലോ എന്ന്. പിന്നെ ഇതിനകത്ത് കുറേ പ്രശ്നങ്ങളുണ്ട്. ചിലപ്പോൾ എന്നെ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടാവാം. ഒരു ഡയറക്ടർ എന്നോട് പറഞ്ഞ കാര്യമാണ്, പ്രിയങ്കയെ വിളിക്കാൻ പറഞ്ഞു, ഞങ്ങൾ പ്രിയങ്ക തന്നെ ഈ ക്യാരക്ടർ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ പ്രിയങ്കയ്ക്ക് ഡേറ്റ് ഇല്ല, വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെയും ഉണ്ടായിട്ടുണ്ട് കുറേ സംഭവങ്ങൾ. അപ്പോൾ നമുക്ക് എൻ്റെ മനസ്സിലെന്താണ്, അതെനിക്ക് വിധിക്കപ്പെട്ടതല്ല. എനിക്ക് വിധിച്ചപ്പോൾ ഈ പടം ഈ റോള്, ചന്ദ്രിക എന്ന റോള് എനിക്ക് വിധിച്ചതാണ്. ഞാൻ വന്ന് ചെയ്യുന്നു, അതിൽ വിശ്വസിക്കുക. നമ്മൾ ആരും പഴിചാരണ്ട. എനിക്ക് കിട്ടാനുള്ളത് എനിക്ക് വന്ന് ചേർന്നിരിക്കും. അതാണ് എൻ്റെ ഒരു വിശ്വാസം. ആ കാലഘട്ടത്തിൽ പ്രിയങ്കയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കുറെ നടിമാരുണ്ടല്ലേ, അന്ന് കുറെ പേരുണ്ടല്ലോ. ആ സുഹൃത്ത് പോലെ ഇപ്പോഴും സൂക്ഷിക്കുന്ന നിങ്ങളുടെ അമ്മയുടെ പ്രോഗ്രാം വരുമ്പോൾ ഞാൻ കാണാറുണ്ട്. അവർക്കും സിനിമകൾ വളരെ കുറഞ്ഞു പോയായിരുന്നു. നിങ്ങളെല്ലാവരും കൂടെ അതേക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടാവുമല്ലോ. അതെന്താണെന്നറിയോ, ഇപ്പം സിനിമ കുറഞ്ഞാൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ആർട്ടിസ്റ്റുകളൊക്കെ സീരിയലായിട്ടും അവർ എൻഗേജറാണ്. അവർക്കൊന്നും വീട്ടിലിരിക്കുന്ന ആൾക്കാരൊന്നുമല്ല, എൻഗേജറാണ്. സിനിമ ഇല്ല എന്നുള്ള വലിയൊരു കുറവുണ്ട്. അതുണ്ടെങ്കിൽ പോലും നമുക്ക് അഭിനയമാണ്, നമുക്ക് ജീവിതമാർഗം അഭിനയം. സീരിയലായാലും അവർ അഭിനയിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ തമ്മി ഓരോ വിളിക്കുന്നില്ലെന്നേ, പടമൊന്നുമില്ല, എന്ത് ചെയ്യാനാ. ഇപ്പോഴത്തെ സമയത്ത് നമുക്ക് അമ്മ, അനിയത്തിമാർ, ചേട്ടൻ്റെ ഭാര്യ, പിന്നെ കിച്ചണിൽ ഇങ്ങനെയുള്ള ഓരോ ക്യാരക്ടേഴ്സാണല്ലോ വരുന്നത്. അതൊന്നും ഇപ്പോഴത്തെ പടങ്ങളിൽ കാണാനില്ല. നമ്മൾ പടം കാണുമ്പോൾ നമുക്ക് കാണണ്ടേ, അയ്യോ അതിലൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു, അങ്ങനെ ഇല്ല, ഒന്നും കാണുന്നില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങളുടെ ചർച്ച അതേ ഉള്ളൂ. പിന്നെ നമ്മൾ ജോലി ചെയ്യുക, സീരിയലായാലും എന്തായാലും അഭിനയിക്കുക. ഒരു വലിയ കേസ് ഉണ്ടായിരുന്നു അല്ലെ, കോടതിയിലെ കേസ് വന്നു, പിന്നീട് കേസ് വേറെ നിലയിലേക്ക് പോകുന്നു, അതുമായിട്ടുണ്ട് വാർത്താ സമ്മേളനവും, വീണ്ടും ആ കേസ് വീണ്ടും വരുന്നു. അത് എത്രമാത്രം പ്രശ്നങ്ങളാണ് ജീവിതത്തിലുണ്ടായത്? അത് ഒരു 20 വർഷം ഈ കേസ് ഞാൻ നടത്തിയത് തന്നെയാണ്. ഈ കേസിന്റെ പുറകെ നടന്ന് ആ കേസിന് വേണ്ടി വാദിച്ചും കോടതി കയറിയും ഒരുപാട് കഷ്ടപ്പെട്ട ഒരാളാണ്. പക്ഷെ എനിക്ക് ആ കേസ് എൻ്റെ ലൈഫിനെ, എൻ്റെ കലാപരമായ ഭാഗത്തിൽ ബാധിച്ചിട്ടില്ല. കാരണം ഞാൻ അപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് അതിനകത്ത് അങ്ങനെ ഒരു കേസ് വന്നപ്പോൾ എന്നെ പ്രിയങ്ക വന്ന് ചെയ്യുമെന്ന് പറഞ്ഞ 1-2 വ്യക്തികളുണ്ട്. പരിഭവം പാർവതി, ഏഷ്യാനെറ്റ് ഞാൻ ജീവിതത്തിൽ മറക്കില്ല. കേസ് വന്ന അപ്പം തന്നെ അവർ എൻ്റെ പരിഭവം പാർവതി എക്സ്റ്റെൻഡ് ചെയ്ത് തരിക ചെയ്തത്. അതെൻ്റെ ലൈഫായിരുന്നു.
രണ്ടാമത് സുബ്രഹ്മണ്യ സാർ, ദേവി മഹാത്മ്യം, കടമറ്റ കത്തനാര് സീരിയല്, ഇതൊക്കെ അവർ എന്നെ വിളിച്ച് അതിനകത്ത് ചെയ്യിപ്പിച്ചതാണ്. അതൊക്കെ എന്നെ സംബന്ധിച്ചൊരു ദൈവഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. അതെന്റെ ലൈഫിനെ ബാധിച്ചോന്ന് വെച്ചാൽ ബാധിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയില്ല. ഞാൻ വിഷമിച്ചിട്ടുണ്ട് ഒരുപാട്. പക്ഷെ ഞാൻ അത് 20 വർഷം എൻ്റെ എത്ര എഫേർട്ട് എടുത്തിട്ട് ഞാനത് പയറ്റിയിട്ട് തന്നെ ഞാൻ നിരപരാധിയെന്ന് തെളിയുകയും ചെയ്തു. അതിലെനിക്ക് വളരെ ഇതുണ്ട്. കാരണം അങ്ങനെ വന്നല്ലോ, ആരെ വേറെ പത്രക്കാരോ അല്ലെങ്കിൽ വെറുതെ ഒരാളും വിളിച്ചു പറഞ്ഞതല്ല. ഒരു മജിസ്ട്രേറ്റിനെ കൊണ്ട് എനിക്ക് പറയിപ്പിക്കാനുള്ള കഴിവൊന്നും എനിക്കില്ല. മജിസ്ട്രേറ്റ് നോക്കിയിട്ട് അതിനകത്ത് തെളിവും ഒന്നും ഇല്ലാത്ത അടിസ്ഥാനത്തിൽ പ്രിയങ്ക ഈ കുറ്റത്തിൽ നിരപരാധിയാണെന്ന് അവിടുന്ന് വന്ന ഓർമ്മ. അപ്പൊ എല്ലാവരും പറയും ഇതൊക്കെ ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റി, ഞാൻ ആരായെന്ന് എല്ലാവരും അതൊക്കെ ചെയ്യിപ്പി. അങ്ങനെയൊന്നുമില്ല, ഇങ്ങനെ വന്നു. ഇനി ഒരാൾ പോയി പറയാണ് അവർ വന്നതിനോട് മാപ്പ് പറഞ്ഞു, ഇതങ്ങ് പിൻവലിക്കുക, നടക്കുമോ? മജിസ്ട്രേറ്റ് അപ്പം തന്നെ എഴുതി കൊടുക്കുമോ? അവർ പറഞ്ഞല്ലോ അതങ്ങ് കൊടുത്തേക്കാന്ന് ഒരിക്കലുമില്ല. ഇത്രയും വർഷം അതിനെതിരെ പോയി അവർ ചെക്ക് ചെയ്തതിന് ശേഷമല്ലേ ഞാൻ നിരപരാധി എന്നുള്ളത് വന്നത്. അതെനിക്ക് 20 വർഷം എൻ്റെ നല്ല വർഷം തന്നെയാണ് പോയത്, ഇല്ലേ? മാനസികമായിട്ട് എനിക്ക് വേറൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ആ സമയത്ത് 2 സീരിയലാണ് മാറ്റി നിർത്താതെ നമുക്ക് കൂടുതൽ അവസരം തന്നു വരും. അതെ, പക്ഷെ സിനിമയിൽ നിന്ന് മാറ്റി നിർത്തി. സിനിമയിൽ നിന്ന് മാറ്റി നിർത്തിയെന്ന് വെച്ചാൽ ഇല്ല, മാറ്റി നിർത്തി. ചില ഡയറക്ടേഴ്സ് മാറ്റി നിർത്തിയിട്ടുണ്ടാവും, എനിക്കതറിയില്ല. അതിൻ്റെ പുറകെ ഞാൻ പോയിട്ടില്ല. പക്ഷെ അപ്പോഴും ഞാൻ പടം ചെയ്തിട്ടുണ്ട്. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ആ കാര്യങ്ങൾ കഴിഞ്ഞ് കുറച്ചൊക്കെ ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിൽ പോലും എന്നെ വിളിച്ചിട്ടുണ്ട്, ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് ആരോടും ഒരു പരാതിയില്ല. കാരണം ഞാൻ ആ ഒരു സംഭവം നടക്കുമ്പോൾ ഒരാളെ ഞാൻ സഹായിക്കാൻ വിളിക്കാൻ പാടില്ല. കാരണം അവർ സഹായിക്കില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് വേദനിക്കും. അവർക്കത് പറയാനും പറ്റില്ല. കാരണം ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ അവരതിൽ പെട്ടുപോകാൻ അവർക്ക് പേടിയുണ്ടാവും. അതുകൊണ്ട് ഒരു കാരണവശാലും എനിക്ക് ആരോടും ഒരു പരാതി ഒരു പരിഭവവും ഇല്ല. അന്ന് തുടക്കം തന്നെ താരസംഘടന അമ്മയിലൊക്കെ മെമ്പറാണ് അല്ലെ? തുടക്കം തൊട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അന്ന് സംഘടനയിൽ നിന്നും എങ്ങനെയായിരുന്നു ഹെൽപ്പ്? രണ്ടുപേരും ആർട്ടിസ്റ്റുകളാണ്. അതെ, എനിക്ക് അതിനകത്ത് ഏറ്റവും കൂടുതൽ ഗണേശേട്ടനാണ്. കാരണം ഗണേശേട്ടനായിരുന്നു ഞാൻ ഫസ്റ്റ് വിളിച്ച് പറഞ്ഞത്. അന്ന് ഗണേശേട്ടൻ MLA, ഗണേശേട്ടനാണ് വിളിച്ച് പറയുന്നതും എനിക്ക് ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ട് ഗണേശേട്ടൻ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. അന്ന് സ്റ്റേഷനിൽ വിളിച്ചിട്ടാണ് പ്രിയങ്ക ആ കുട്ടി നിരപരാധിയാണ് എന്നൊരു വാക്ക് ഗണേശേട്ടൻ പറഞ്ഞിരുന്നു. ഞാൻ നിരപരാധിയെന്ന് ഫസ്റ്റ് എനിക്ക് വന്നപ്പോൾ ഞാൻ ആദ്യം വിളിച്ച് ഗണേശേട്ടൻ പറഞ്ഞ വാക്കാണ് പ്രിയങ്ക നിരപരാധി എന്നുള്ള തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഗണേശൻ ഒരു ഇൻ്റർവ്യൂവിന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിരപരാധി എന്ന് പറഞ്ഞ ഒരാൾ നിരപരാധി എന്ന് തെളിയിച്ച് അവർ വന്നിട്ടുണ്ട്. ഇനി അവരാരും ക്രൂശിക്കരുതെന്ന്. കാരണം അമ്മയിൽ വന്നിട്ട് എനിക്ക് അമ്മയിൽ നിന്നും ഒരു എതിരഭിപ്രായം വന്നിട്ടില്ല. ഞങ്ങൾ 2 ആർട്ടിസ്റ്റുകളാണെങ്കിൽ പോലും ആ സമയത്തും തീരുമാനമെടുത്ത് എന്താണ്, കേസിൻ്റെ വിധി വരട്ടെ, അതുവരെ അമ്മയെന്ന് പ്രിയങ്ക പുറത്താക്കാനോ നടപടിയെടുക്കാനോ പറ്റില്ല എന്ന് പറഞ്ഞ അമ്മ ചേർത്ത് പിടിച്ചിട്ടുണ്ട് എന്നെ. അതുകൊണ്ട് എനിക്ക് അമ്മയ്ക്കെതിരെയോ ആർക്കെതിരെയോ എനിക്കൊരു ഇനി അഥവാ എന്നെ അതിൽ നിന്ന് പുറത്താക്കുമോ അങ്ങനെ എന്തെങ്കിലും വിഷയം വന്നാലും ഞാൻ അമ്മയെ കുറ്റം പറയില്ല. പറയേണ്ട കാര്യമില്ല. അവർ ചെയ്യുന്ന അവരുടെ ഡിസിഷനാണ്, അത് നമ്മൾ അനുസരിക്കുക, അത്രയേ ഉള്ളൂ. തുടക്കം മുതൽ ഞാനുള്ള ആളാണ്. അമ്മ തുടങ്ങി എന്ന് തൊട്ടുണ്ടോ ഇന്ന് വരെ ഞാൻ അമ്മയിലാക്കുക തന്നെ. അന്ന് ഈ പറഞ്ഞ പോലെ നമ്മൾ കുറ്റം പറയില്ല എന്ന് പറഞ്ഞു, എന്നെ പുറത്താക്കിയെന്ന് എന്നെ പുറത്താക്കിയിട്ടില്ലായിരുന്നു. അന്നും ഈ സംഘടനയുടെ ഒരു ബലം കൃത്യമായിട്ട് പ്രിയങ്കയുടെ കൂടെ നിന്നു. ഇല്ല, ഒരിക്കലും ഇല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ബലം കൊടുക്കാനുള്ള ആളല്ല അമ്മ. നമ്മൾ കുറ്റമൊക്കെ ചെയ്ത് വല്ല പ്രശ്നങ്ങളും വന്നു കഴിയുമ്പോൾ ഇത് അമ്മ ഏറ്റെടുത്ത് നമ്മളെ നോക്കട്ടെ എന്ന് പറയാൻ അമ്മ എന്ന് പറഞ്ഞ സംഘടന എന്താണ്? പ്രിയങ്കയെ മാത്രം നോക്കുന്ന മക്കളൊക്കെ ഒരുപോലെ തന്നെയാണ്. പല മക്കളും പല കുറ്റങ്ങളും ചെയ്യും, ഇല്ലേ? മക്കളാവുമ്പോൾ ഒരു മോൻ ചെയ്യുന്നതായിരിക്കില്ല മറ്റേ മോൻ മറ്റേ മോള് ചെയ്യുന്നത്. അങ്ങനെ അമ്മയാണോ ഇതിനൊക്കെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ കോടതിയിൽ നിന്നൊക്കെ വരുമ്പോൾ അമ്മയാണോ ആൾക്കാർക്ക് സപ്പോർട്ട് ചെയ്യേണ്ടത്? അല്ല. അമ്മയ്ക്ക് പേര് ദോഷം ഉണ്ടാക്കാതെ മക്കൾ നോക്കുക എന്നുള്ളതാണല്ലേ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ എനിക്ക് അമ്മ എൻ്റെ കൂടെ വന്നിട്ട് എല്ലാ കേസുകളുടെ കാര്യം ഞാൻ പറയണേ, അതിനകത്തുള്ള ഏത് കേസ് ആർക്ക് വന്നാലും ഒരംഗത്തിനൊരു കേസ് വന്നാൽ അമ്മയല്ല അത് തീർത്ത് കൊടുക്കേണ്ടത്. അത് നമ്മുടെ പേഴ്സണൽ കേസാണല്ലേ. അമ്മയിൽ നിന്നും അകത്തുനിന്ന് വന്നിട്ടുള്ള എന്തെങ്കിലും അതിനകത്ത് വെച്ച് വന്നിരിക്കുന്നതോ അമ്മ അതിനകത്തുള്ള അധികാരികളിലോ പെട്ട ആൾക്കാർ ചെയ്യുന്നതാണെങ്കിൽ അമ്മ ഇടപെടാം. ഇത് പേഴ്സണലി നമ്മൾ വന്നിരിക്കുന്ന ഒരു കാര്യം അമ്മ തീർത്തു തരണം എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. അമ്മ എന്ന് പറഞ്ഞൊരു സംഘടനയാണ്, നമ്മുടെ ഒരു ബലമാണ് അമ്മ. ഇത്രയും ആൾക്കാർ കൂടി നിൽക്കുന്നൊരു സംഘടന എന്ന് പറഞ്ഞാൽ അതിലൊരു അംഗമാവുക എന്ന് പറഞ്ഞാൽ ഒരു മഹാഭാഗ്യമാണ് നമ്മുടെ. അത് നമ്മൾ കീപ്പ് ചെയ്ത് കൊണ്ടുപോകണം. എനിക്ക് ഇനി എന്ത് പ്രശ്നങ്ങൾ വന്നാലും അമ്മ അത് തീർക്കേണ്ട കാര്യങ്ങളല്ല, അത് ഞാനാ തീർക്കേണ്ടത്. നമ്മൾ സ്വയം തന്നെ തീർക്കണമെന്ന വിശ്വാസത്തിലാണ്. ഈ തുടക്കം മുതൽ നമ്മുടെ ഒരു വരവ് നല്ല ഡയറക്ടറിന്റെ കൂടെയാണ്. എന്നും നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ പറഞ്ഞാൽ ഏതായിരിക്കും പറയും? എനിക്ക് എന്നും ഓർത്തിരിക്കാനും എൻ്റെ മനസ്സിനെ വിഷമിച്ചുള്ള ഒരേ ഒരു ഡയറക്ടർ സിദ്ദിഖ് സാറാണ്. സിദ്ദിഖ് സാറിൻ്റെ മരണം ഞാൻ കാണാൻ പോലും വന്നിട്ടില്ല. കാരണം എനിക്ക് മരിച്ചു എന്ന് വിശ്വസിക്കാൻ, കണ്ടു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിലത് മരിച്ചു എന്നൊരു വിശ്വാസമാവും.
ഞാൻ വന്നില്ല. കാരണം വിയറ്റ്നാം കോളനി എന്ന് പറഞ്ഞ പടത്തിലാണ് ഞാൻ ആ ചുരിദാർ എന്ന് പറഞ്ഞ ഒരു സംഭവത്തിൽ കൂടിയാണ് ഞാൻ വരുന്നത്. സത്യത്തിൽ ആ ചുരിദാറിൻ്റെ സീൻ വന്നപ്പോഴും എൻ്റെ വിചാരം എന്നെ ഈ പടം കണ്ട് ആരും തിരിച്ചറിയാൻ പോകണില്ലെന്നാണ്. കാരണം എൻ്റെ ഒരു ഫീൽഡേ സിനിമയല്ല. അപ്പോൾ ആ പടം സിദ്ദിഖ് സാറ് ഞങ്ങളൊക്കെ കൂടി ഇരുന്നാണ് ആ പടം കാണുന്നത്. അമ്മയുണ്ട്, എൻ്റെ കൂടെ അമ്മയാണ് എപ്പോഴും കൂടെ ഉണ്ടാവും. അതായത് എല്ലാവരും കളിയാക്കുമ്പോൾ അഭിനും മോളിയാണെന്ന് പറയും, അമ്മ എൻ്റെ കൂടെ ഉണ്ട്. ഞങ്ങൾ ആ സിനിമ കണ്ട് തിരിച്ചറിഞ്ഞപ്പോഴും എൻ്റെ മനസ്സിലൊരാളും ദേ ചുരിദാർ കയറിയ പെണ്ണെന്ന് പറയണേ കേട്ടപ്പോൾ ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കുന്നത്, ഈ ഒരു ചെറിയ സീൻ ഇത്രയും നല്ല ഡയറക്ടേഴ്സിൻ്റെ പടം, ലാലേട്ടൻ്റെ പടം അങ്ങനെയൊക്കെ ആയതുകൊണ്ടായിരിക്കും ആ ഒരു ചെറിയ സീൻ എന്നെ തിരിച്ചറിഞ്ഞത്. ആ തിരിച്ചറിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് ഇത് നല്ല കൊള്ളാൽ അത്രയും പേര് ആ ചുരിദാർ കയറിയ പെണ്ണല്ലേ. അതെൻ്റെ ഒരു വലിയൊരു ഭാഗ്യമായിരുന്നു ആ പടം. അത് കഴിഞ്ഞപ്പോഴാണ് ലളിത ചേച്ചിയാണ് ഭരതേട്ടൻ എന്ന് പറഞ്ഞ ഡയറക്ടറെ. ഞാൻ ജനിച്ചു വളർന്നത് ഭരതേട്ടൻ്റെ വീട്ടിലാണ്. ലളിത ചേച്ചിയും എല്ലാവരുമായിട്ട് ഞങ്ങൾ കുടുംബ സുഹൃത്തുക്കളാണ്. തൊട്ടപ്പുറത്തെ വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്, ജനിച്ചു വന്നൊക്കെ അവിടെയാണ്. അപ്പോൾ ലളിത ചേച്ചിയാണ് ഭരതേട്ടനോട് പറയുന്നത് വെങ്കലത്തിലേക്ക് ഞാൻ എത്താൻ കാരണം. പിന്നെ നിങ്ങൾക്കറിയാലോ സിദ്ദിഖ് സാറിൻ്റെയും സിദ്ദിഖ് ലാൽ സാറിൻ്റെയും മാന്നാർ മത്തായി സ്പീക്കിംഗ്, ശകുന്തള. എനിക്ക് എൻ്റെ ജീവിതത്തിൽ സിനിമാ ഫീൽഡിൽ ഏറ്റവും ബഹുമാനവും എനിക്ക് എൻ്റെ ജീവിതത്തിൽ മറക്കാനും ഒരുപാട് ദൈവത്തിന് തുല്യം കാണുന്ന ഒരു ഡയറക്ടർ ആരാന്ന് വെച്ചാൽ സിദ്ദിഖ് സാറാണ്. അതുപോലെ നല്ല എനിക്ക് പ്രശ്നമാണ് എന്തുണ്ടെങ്കിലും സാറില്ല പ്രിയങ്കയ്ക്ക് ഇനിയും അദ്ദേഹം ഒരു സിനിമ സിനിമയിൽ പറഞ്ഞൊരു വാക്കുണ്ട്, പ്രിയങ്കയുടെ സമയം വരുന്നേ ഉള്ളൂ, പ്രിയങ്ക വെയിറ്റ് ചെയ്യണം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്നോട്. ഞാൻ വെയിറ്റ് ചെയ്യും. അമ്മൂമ്മയല്ല അങ്ങറ്റത്തെ മുത്തശ്ശിയായിട്ട് അഭിനയിക്കാൻ പറഞ്ഞാൽ ഞാൻ വെയിറ്റ് ചെയ്ത് ഞാൻ ജീവിച്ചിരിപ്പോൾ ഞാൻ അഭിനയിച്ചിരിക്കും. ആ ഒരു ആ കൂട്ടുകെട്ടാണ് പ്രിയങ്കയ്ക്ക് എന്നും ഓർത്തു വെക്കാൻ പറ്റുന്നത്. അത്തരം കൂട്ടുകെട്ടുകൾ ഇപ്പോഴുണ്ടോ സിനിമയിൽ? എനിക്ക് തോന്നിയിട്ടില്ല. ഉണ്ട്. ഇപ്പോൾ ഒരു കുറേ ഇപ്പോൾ കാണുന്ന കാഴ്ചയിൽ ന്യൂ ജനറേഷൻ പല തട്ടായിട്ട് തിരിഞ്ഞിട്ടുണ്ട്. കുറേ ഗ്യാങ് അവരുടെ ആൾക്കാരെ മാത്രം വിളിച്ചൊരു പടം ചെയ്യുന്നു. പടം കണ്ടറിയാൻ പറ്റും. ക്യാമറാമാൻ, ഡയറക്ടറെ, കുറച്ച് ആർട്ടിസ്റ്റുകൾ, കുറേ ആൾക്കാർ അവരുടെ ഇഷ്ടത്തിനുള്ള ആൾക്കാർ വിളിച്ച് അവർ ചെയ്യുന്നു. അങ്ങനെ അവരായിട്ട് ഒതുങ്ങി നിൽക്കുന്ന പടങ്ങളായിട്ട് ഇപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൂ. പണ്ടത്തെ കൂട്ടായ്മ ഒന്നുമില്ല. കാരണം പണ്ടൊക്കെ ഞങ്ങൾ പടം ചെയ്യുമ്പോൾ ഞങ്ങളെല്ലാവരും ചേരിട്ടിരുന്ന് എല്ലാവരും കൂടി ഇരുന്ന് സംസാരിച്ചിട്ടാണ് നമ്മുടെ ഷോട്ട് കഴിഞ്ഞിട്ടിരിക്കുന്നത്. ഇന്ന് അങ്ങനെയല്ലല്ലോ. ഇന്ന് എല്ലാവരും കാരവണി കയറുന്നു, അവനവൻ്റെ ഇഷ്ടത്തിന് സംസാരിക്കുന്നു, സ്ക്രിപ്റ്റ് കേൾക്കുന്നു. നമ്മൾ തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷൻ തന്നെ ഇപ്പോൾ ഇല്ല. സംസാരിക്കാൻ പോലും നേരമില്ല ആർക്കും. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു പണ്ടത്തെ ഒരു ഇത് ഇപ്പോൾ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല പടങ്ങളിൽ. പിന്നെ നമ്മളൊക്കെ ഞാനൊക്കെ ഇപ്പോഴും വരുമ്പോൾ ജാഫ്രിക്ക ഉണ്ട് ഈ പടത്തിൽ, ഇന്ദ്രൻ സൈഡ് ഉണ്ട് ഈ പടത്തിൽ, ഞങ്ങൾ ഇപ്പോഴും ഒരുപോലെ തന്നെ വരുമ്പോൾ ഞങ്ങളുടെ ആ വൈബ് ഇപ്പോഴും ഉണ്ട്. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. ഞങ്ങളത് എൻജോയ് ചെയ്യുകയാണ്. ഇപ്പോൾ ഞങ്ങളൊരു കാരവണിലല്ലോ ഇന്നിരുന്നത്. ഞങ്ങൾ പരസ്യമായിട്ട് മാവിൻ്റെ ചുവട്ടിലാണ് ഞങ്ങളിരുന്നത്. ആര് കാരവൺ അവിടെ ഉണ്ട്, ഇന്ദ്രൻ സൈഡും ജാഫ്രിക്കയും ഞങ്ങളെല്ലാവരും കൂടി അവിടെ ഇരുന്നാണ് സംസാരിക്കണേ. ഞങ്ങളുടെ പഴയ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അത് നഷ്ടപ്പെട്ടിട്ടില്ല. ഇപ്പോഴത്തെ തലമുറയ്ക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. നമുക്കൊന്നും ചെയ്യാനില്ലല്ലോ. ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടം എന്ന് പറയുന്നത് ഏതായിരിക്കും? എനിക്കോ? എൻ്റെ ജീവിതത്തിൽ ഏറ്റവും നഷ്ടം എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ തന്നെയാണ്. കാരണം അച്ഛൻ്റെ സ്നേഹം എനിക്ക് ഒട്ടും കിട്ടിയിട്ടില്ല. 4 വയസ്സിൽ എൻ്റെ അച്ഛൻ മരിച്ചു പോയത്. അച്ഛൻ എന്ന് പറയുന്നത് എനിക്ക് നഷ്ടമാണ്. പിന്നെ ഫീൽഡിൽ വന്നാലല്ലോ എൻ്റെ ജീവിതത്തിലെ നഷ്ടം എൻ്റെ അച്ഛൻ തന്നെയാണ്. ഫീൽഡിലുള്ള നഷ്ടം എന്ന് പറയുന്നത് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, സിദ്ദിഖ് സാറിൻ്റെ ഒരു നഷ്ടം വലിയൊരു നഷ്ടം. ഭരതേട്ടൻ്റെ നഷ്ടം എനിക്ക് വലിയൊരു നഷ്ടം. കാരണം ഭരതേട്ടൻ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ അടുത്ത പടം ഭരതേട്ടൻ്റെ പിന്നത്തെ പടത്തിൽ എനിക്ക് നല്ലൊരു ക്യാരക്ടർ അദ്ദേഹം വെച്ചിരുന്നു. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇവളെ ട്രെയിൻ ചെയ്ത് വരുന്നേ ഉള്ളൂ, ഇവൾക്ക് ഇനിയും സമയമുണ്ട്, ഇവൾക്ക് നല്ലൊരു ക്യാരക്ടർ കൊടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. കാരണം വൈശാലി സമയത്തൊന്നും ഞാൻ അഭിനയിക്കുന്നില്ല. അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ ഫീൽഡിൽ ചിലപ്പോൾ എനിക്ക് വേറെ ഒരു തലവായിരിക്കും ഉണ്ടാവുക. ഈ ഗ്യാങ്ങിന്റെ കാര്യം പറഞ്ഞു. അപ്പം ഒരു ഗ്യാങ് ഉണ്ട് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഉണ്ട് എന്ന് പറഞ്ഞു. ആ ഗ്രൂപ്പിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്തത് എന്തുകൊണ്ടായിരിക്കും? എത്തിപ്പെടാൻ പറ്റാത്തതെന്ന് വെച്ചാൽ ഒന്നില്ലെങ്കിൽ ഞാൻ ഇവരൊക്കെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെയുള്ള പുതിയ ഡയറക്ടേഴ്സാണ്. നമ്മളെന്നും അവർക്കൊന്നും ഒരു പരിചയം ഒന്നുമില്ല. എനിക്കറിയില്ല എന്താ അവർ വിളിക്കാത്തതെന്ന്. നമ്മൾക്ക് ഇനി ചെയ്യാൻ കഴിയില്ലെന്നുള്ളതുകൊണ്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഒരു ദിവസം ഈ ന്യൂ ജനറേഷൻ പടങ്ങളുടെ എല്ലാവരും കൂടി കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, മക്കളെ ചേച്ചിയൊക്കെ അഭിനയിച്ചു, ചേച്ചി അങ്ങനെ പറയല്ലേ, അടുത്ത പടം അങ്ങനെ പറഞ്ഞിട്ടേ ഉള്ളൂ. ഞാൻ പറഞ്ഞ അങ്ങനെ എത്തിപ്പെടാത്ത ചിലപ്പോൾ ക്യാരക്ടർ ഇല്ലാത്തതുകൊണ്ടായിരിക്കും, ചിലപ്പോൾ അത്രയും സീനില്ല, ചെറിയൊരു സീനോട് ചേച്ചി വിളിക്കേണ്ടെന്നായിട്ടായിരിക്കും, ചിലപ്പോൾ എന്നെ വിളിക്കാൻ പറഞ്ഞിട്ട് വിളിക്കാതിരിക്കുന്നതായിരിക്കും. നമുക്കതൊന്നും അറിയില്ലല്ലോ. അതിന് നമുക്ക് ദുഃഖമില്ല. നമുക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ ഏത് ന്യൂ ജനറേഷൻ അല്ല ഏത് പടാണെങ്കിലും എൻ്റെ തലയിൽ ആ ക്യാരക്ടർ ചന്ദ്രിക, ഈ പഞ്ചവർണ്ണ ഇങ്ങനെയുള്ള ക്യാരക്ടർ എനിക്ക് കിട്ടുമെന്നേ, അത് വിശ്വസിച്ചാൽ പോരെ. ഈ വിളിക്കാൻ പറഞ്ഞിട്ട് വിളിക്കാത്തതാണെന്ന് സംശയിക്കുന്നുണ്ടോ? ഡയറക്ടർ പറഞ്ഞിട്ട് വിളിക്കാത്തത് അവിടെയൊക്കെ കളിക്കുന്നത് പ്രൊഡക്ഷൻ ടീമുകളായിരിക്കും. പ്രൊഡക്ഷൻ ടീമിനെ ഞാൻ അങ്ങനെ മൊത്തത്തിൽ കുറ്റം പറയാനൊന്നും തയ്യാറില്ല. ഇതിനകത്ത് എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. കാരണം ഒരു ഡയറക്ടർ പേരൊന്നും ഞാൻ പറയില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞ ഒറ്റ വാക്കേ ഉള്ളൂ,
പ്രിയങ്ക എപ്പോഴും പറഞ്ഞ പ്രിയങ്ക വിളിക്കാൻ പറഞ്ഞു, പ്രിയങ്കയ്ക്ക് പറ്റിയൊരു ക്യാരക്ടർ പറഞ്ഞ് ഞാൻ വിളിക്കാൻ പറഞ്ഞ് ആളെ വിട്ടപ്പോൾ അവർ പറഞ്ഞ വാക്കിയതാണ്, അവരെ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല, അവർ ബിസിയാണ്. അന്ന് ഞാൻ ഒരു സീരിയൽ ചെയ്തിട്ടില്ല. ഞാൻ 14 വർഷത്തിന് ശേഷമാണ് ഈ സീരിയൽ ചെയ്യുന്നത് തന്നെ. പക്ഷെ ഒന്നും ഞാൻ ചെയ്യാറില്ല. സ്റ്റേജ് പ്രോഗ്രാം എല്ലാം വന്നാൽ ചെയ്യും, ഇനോഗ്രേഷൻസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നിൽക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ പറഞ്ഞപ്പോഴാണ് എനിക്ക് സത്യത്തിൽ സങ്കടം തോന്നിയത്. എന്തിനാണ് ഇങ്ങനെ എന്നെ വിളിച്ചിട്ടില്ല. അവരെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് പിന്നെ ചിന്തിച്ചിട്ടുണ്ട്? അവർക്ക് അവരുടേതായ ആൾക്കാർ സ്ഥിരം വിളിക്കുന്നവരുണ്ടാവും, എപ്പോഴും അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നപ്പോൾ. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ എപ്പോഴും അത് ആരുടെയും കുറ്റമല്ല. ഞാൻ അലീനെ വിളിച്ചുകൊണ്ടിരിക്കണം, അലി ഇതാ എന്നെ പോലെ ചെയ്തിട്ട്. അപ്പോൾ എനിക്ക് പ്രിയങ്ക ഇപ്പോൾ തമിഴിലുണ്ടല്ലേ, അതുകൊണ്ടായിരിക്കാം മേ ബി. എന്തിനാ കുറ്റം പറയണത്? ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. ഒരു ലൊക്കേഷനിൽ എന്തെങ്കിലും കൈപ്പേറെ അനുഭവം ഉണ്ടായിട്ടുണ്ട്? എനിക്കോ? ഞാൻ അങ്ങനെ കൈപ്പേറിയ അനുഭവം ഇങ്ങോട്ട് വന്ന് തിരിച്ച് അതിനേക്കാൾ ഇരട്ടി കൊടുത്തിട്ട് ഇറങ്ങി പോകും. അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്? എനിക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ ഉണ്ടാവാനുള്ള സാഹചര്യം കൊടുത്തിട്ടില്ല. അങ്ങനെയുള്ള കൈപ്പേറിയ അനുഭവം ഉണ്ടായാൽ അത് തിരുത്തി മുന്നോട്ട് പോകാൻ എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ അങ്ങനെ ഒരെണ്ണത്തിൽ നിൽക്കാറുമില്ല ഒരു ലൊക്കേഷനിലും. അങ്ങനെ ഒരു സംഭവം എനിക്ക് ഉണ്ടായിട്ടില്ല. ചിലർ പറയും ഭയങ്കര, എനിക്കൊന്നും തോന്നിയിട്ടില്ല. പ്രിയങ്ക ഉള്ള ലൊക്കേഷനിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ട് പ്രിയങ്കയുടെ ശ്രദ്ധയിൽപ്പെടുകയും പ്രിയങ്ക അതിനകത്ത് ഇടപെടുകയും ആ പ്രശ്നം സോൾവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്? അതൊക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മളാ ലൊക്കേഷനിൽ അല്ലേ. നമ്മൾ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ എല്ലാവരുമായിട്ടും പ്രശ്നങ്ങളില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോയാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ പോവാം. ആരാ പ്രശ്നങ്ങൾ ഉണ്ടാക്കണത്? ഇപ്പം എനിക്ക് അലിയോട് സംസാരിക്കുന്നത് എൻ്റെ ഇഷ്ടമാണ്. അത് നാളെ അലീനോട് ഞാൻ കുറേ സംസാരിച്ചിട്ടുണ്ട്, നാളെ അലി എന്തെങ്കിലും പറയുമ്പോൾ സംസാരിച്ച അന്ന് ഇത് പറഞ്ഞില്ലേ എന്ന് പറയുന്നത് തെറ്റാണ്. ചെയ്യരുത്, ഒരു പെണ്ണും ചെയ്യരുത്. അല്ലെങ്കിൽ ഞാൻ നിൽക്കണം അതുപോലെ. അലി എന്നോട് എന്തെങ്കിലും പറയുമ്പോൾ അലി ആ പറഞ്ഞ വാക്ക് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ, ഇനി മേലെ ആവർത്തിക്കരുന്ന് അന്ന് പറയണം. കുറേ നാൾ കഴിഞ്ഞിട്ട് അന്ന് അലി അത് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ് വരുന്നത് ഒരു പെണ്ണിന് ചേർന്നതല്ല. ഈ ഫീൽഡിലും അത് ശരിയല്ല. ഈ ഫീൽഡിൽ പലതും പറയുന്നുണ്ട്, അവരങ്ങനെ പോയി. എന്താണ് ആ പറയുന്നതിന് അർത്ഥമുള്ളത്? എൻ്റെ ഇഷ്ടമാണ് ഞാൻ പോകുന്നുണ്ടെങ്കിൽ അത് എൻ്റെ ഇഷ്ടമായി മാത്രം കാണണം. അല്ലാതെ അത് നടന്ന് അവിടെ ഇവിടെയൊക്കെ കുറേ പോയി കുറേ കഴിഞ്ഞിട്ടും ഞാൻ വളരെ ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത്. ഒരു പെണ്ണും ഒരു കാരണവശാലും അങ്ങനെ ഒരാളെ ആരോപിക്കരുത്, പോകരുത്. എൻ്റെ അമ്മ എൻ്റെ കൂടെ നടക്കണത് എന്നെ വിശ്വാസമില്ലാഞ്ഞിട്ടല്ല. എന്നെ ഏത് രാത്രി എവിടെയും കൊണ്ട് നിർത്തിക്കോ, എന്നെ നോക്കി വരാൻ, എനിക്ക് തിരിച്ച് വരാൻ എനിക്കറിയാം. പക്ഷെ എൻ്റെ അമ്മയ്ക്ക് എന്താ, എൻ്റെ ഒരു കൂടെ വരുമ്പോൾ അമ്മയ്ക്കൊരു സമാധാനം. അവൾ ഒറ്റയ്ക്കല്ലല്ലോ, ഞാനും കൂടെ ഉണ്ട്. എനിക്കൊരു സമാധാനം. എന്ത്, എൻ്റെ അമ്മ ഒറ്റയ്ക്ക് റൂമിലിരിക്കുക, ഭക്ഷണവും കഴിച്ച് എൻ്റെ കൂടെ എൻ്റെ അമ്മയുണ്ടല്ലോ, സുഖമായിട്ട് ഇരുന്നോട്ടെ. ഞാൻ കഴിക്കുന്ന ഫുഡ് അമ്മ അവിടെ ചിലപ്പോൾ ഒറ്റയ്ക്കാകുമ്പോൾ ചിലപ്പോൾ ചോറും എന്തെങ്കിലും ചെറുതായിട്ട് കഴിക്കും, ഞാനിവിടെ ഇറച്ചി മീനൊക്കെ കഴിക്കും, അമ്മയും കഴിച്ചോട്ടെ. ഒരുമിച്ചിരുന്ന് കഴിക്കുന്ന ഒരു സുഖമല്ലേ ഇത്. അല്ലാതെ അമ്മ വന്നതുകൊണ്ടോ ആര് കൂടെ വന്നതുകൊണ്ടോ നമുക്ക് എന്തെങ്കിലും വേണമെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അല്ലേ. ഇതൊന്നും ഒരു തടസ്സമേ അല്ല. പക്ഷെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ കാര്യം ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞു നടക്കുന്നത് തെറ്റാണ്. അത്ര ഒരു മീറ്റു ആരോപണമായി വരുന്നതിൽ എതിർക്കുകയാണല്ലേ? ഞാൻ എതിർക്കും, തീർച്ചയായിട്ടും എതിർക്കും. കാരണം നമ്മൾ ചെയ്തു പോയിട്ട് പിന്നെ അവരെന്തിനാണ് കാര്യം വരുത്തേക്കുന്നത്? പോവാതിരുന്നൂടെ? അല്ലെങ്കിൽ ആ പോയി കഴിഞ്ഞാൽ അത് വെച്ച് തീർത്തോളണം, പിന്നെ തിരിഞ്ഞു കുത്തല്ല വേണ്ടത്. ആരും ഇപ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടായി, ആരെങ്കിലും അവരെ ചങ്ങലക്കിട്ട് കൊണ്ടുപോവോ കെട്ടി വലിച്ചു കൊണ്ടുപോവോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറയണത് ശരിയാ? ഇത് സ്വന്തം ഇഷ്ടപ്രകാരം പോയി സംസാരിച്ച് അവരായിട്ട് നടന്ന് പടം ചെയ്ത് ഇഷ്ടം പോലെ സാധനങ്ങൾ ഇതൊക്കെ കറങ്ങിയടിച്ച് നടന്ന് പിന്നെ ഒരു സുപ്രഭാതത്തിൽ നീ അങ്ങനെ ചെയ്തില്ലെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളത്? നമ്മൾ പോയിട്ടില്ലേ, നമുക്ക് പോയിരുന്നവിടെ ഒന്നുമല്ല. ഇപ്പം എന്നെ 10 പേരും കൂടെ ബലമായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ എനിക്ക് പ്രതികരിക്കാം, എനിക്ക് പറയാം, അവകാശമുണ്ട് എനിക്ക്. ഇതെൻ്റെ സ്വന്തം ഇഷ്ടത്തിന് ഞാൻ അലിയോട് സംസാരിക്കുന്നു ഫോൺ ചെയ്ത് എപ്പോഴും. എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് ഞാൻ സംസാരിക്കണം. അതിൽ കുറ്റം പറഞ്ഞിട്ട് പിന്നെ നാളെ അലി അത് പറഞ്ഞു ഇത് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അത് അലി തെറ്റായിട്ട് എന്നോട് എന്തെങ്കിലും പറഞ്ഞാൽ ഞാനത് തിരുത്തണം. അലി ആ വാക്ക് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ, ഇനി മേലെ എന്നോട് അലി അത് സംസാരിക്കരുത് ഞാൻ പറയാം അല്ലേ. കുറേ കഴിഞ്ഞതെല്ലാം കഴിഞ്ഞ് കിട്ടാതെ എന്തെങ്കിലും ഞാൻ അലിയുടെ കയ്യിൽ നിന്ന് ആഗ്രഹിച്ചിട്ട് കിട്ടാണ്ട് വരുമ്പോൾ അലിയെ കുറ്റം പറയാന്നുള്ളത് തെറ്റാ. ഞാനതിന് നിൽക്കില്ല. ഈ WCC എന്നൊരു പ്രസ്ഥാനം സ്ത്രീകളുടെ പ്രശ്നങ്ങളുമായാണ് WCC എന്ന പ്രസ്ഥാനം ഉണ്ടായത് അല്ലെ. അമ്മയുമായിട്ട് തടസ്സങ്ങളുമായിട്ട് എതിർപ്പൊക്കെ ഉണ്ടായിട്ട് ആ പ്രസ്ഥാനത്തെ എങ്ങനെയാണ് കാണുന്നത്? എങ്ങനെ കാണാനാ, ഓരോരുത്തർക്കും ഓരോ തീരുമാനമല്ലേ. WCC കുറ്റം പറയണമെന്ന് ഞാനാണല്ല, സ്ത്രീകളുടെ ഒരു സംഘടന എന്ന് പറഞ്ഞിട്ട് വന്നതാണ്. അമ്മയ്ക്ക് എതിരായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ അതിന് എന്താ പറയുക, അവർക്ക് അവരുടേതായ കാര്യങ്ങളുണ്ടാവും നേടിയെടുക്കാൻ വേണ്ടിയിട്ട്. അത് നേടിയെടുക്കാൻ അവർ ശ്രമിക്കുന്നു. അതിന് നമ്മളിപ്പോൾ അതിലും അംഗമാവണമെന്നൊന്നുമില്ല, നമുക്ക് അതിനകത്ത് എതിർപ്പൊന്നുമില്ല. പക്ഷെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ ചെയ്തു വരുന്ന മറ്റുള്ളവരുടെ, നമ്മൾ അഭിനയിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് അല്ലേ, ഒരുപാട് എതിർ അഭിപ്രായങ്ങളുണ്ടാവും. അമ്മയിലുള്ളതും വലിയ വലിയ ആൾക്കാർ തന്നെ അമ്മയിലിരിക്കുന്നത്. അതായത് നമ്മളെ സിനിമ രംഗത്ത് ഏറ്റവും മുതിർന്ന ആൾക്കാർ അതിനകത്തുള്ളത് അല്ലേ. അപ്പോൾ WCC എന്ന് പറഞ്ഞൊരു എതിര് വന്നു നിന്നിട്ട് അത് ഫൈറ്റ് ചെയ്തിട്ട്
എന്തിനാ നമ്മുടെ കലാപരമായ എത്രയോ നല്ല കഴിവുള്ള ആർട്ടിസ്റ്റുകൾ ഇപ്പോൾ വെറുതെ ഇരിക്കേണ്ടതെന്നറിയോ? ഈ ഒരു പ്രശ്നം കൊണ്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ഇഷ്ടമുള്ള ആർട്ടിസ്റ്റുകളൊക്കെ അതിൽ വെറുതെ ഇരിക്കുകയാണ് ഇപ്പോൾ വർക്ക് ചെയ്യാതെ. ഈ കാരണം കൊണ്ടാണോ എന്നും എനിക്കറിയില്ല. എനിക്കെതിരൊന്നുമില്ല, അതൊക്കെ അവരുടെ ഇഷ്ടമുള്ള. ഇപ്പം ഒരു സംഘടനയിൽ ചേരാന്ന് എന്നെ നിർബന്ധിച്ച് ചേർക്കില്ല, എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ ചേർന്നതല്ലേ. എനിക്ക് എതിരഭിപ്രായമൊന്നുമില്ല, അവരവരുടെ ഇഷ്ടത്തിന്. ഒരു സംഘടന വേണമെന്ന് തോന്നിയിട്ടുണ്ടോ? ഞാൻ പറയട്ടെ, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ, നമ്മൾ തന്നെയല്ലേ കാരണം ഉണ്ടാക്കണത്. ഒരു ലൊക്കേഷനിൽ പോയിട്ട് എന്നാ അയാൾ തോണ്ടി എന്നെ പിച്ച് എന്തിനു വേണ്ടിയിട്ടാ തോണ്ടോ പിച്ചോ അങ്ങനെ എന്തെങ്കിലും സംസാരിക്കുകയൊക്കെ ചെയ്ത് നമുക്ക് പ്രതികരിക്കാനുള്ള കഴിവില്ലേ? എന്തിനോ വേറൊരു സംഭവം ഇപ്പോൾ പറയേണ്ട ലൊക്കേഷനിൽ സെർച്ച് ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, എന്തിനു വേണ്ടിയിട്ട്? എന്താ അതിൻ്റെ ആവശ്യം എന്താണ്? ഞങ്ങളൊക്കെ എത്ര വർഷം കൊണ്ട് ഫീൽഡിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. എനിക്ക് ഇത്രയും വർഷം, ഞാൻ 30ാമത്തെ വർഷമായിട്ടുണ്ടാവും ഈ ഫീൽഡിൽ വന്നിട്ട്. എനിക്ക് ഈ ഫീൽഡിൽ നിന്ന് അങ്ങനെയുള്ള ദുരനുഭവം ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു വർക്കിൽ നിന്ന് എനിക്ക് അങ്ങനെ ആരുമായിട്ടൊരു പ്രോബ്ലം ഉണ്ടായിട്ട് തിരിച്ചു പോകുന്ന ആളുമല്ല ഞാൻ. എനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ എന്തെങ്കിലും സംസാരിച്ചോ, ശരി ഇവിടെ വെച്ച് നിർത്ത്, ഞാൻ പോവാന്ന് പറഞ്ഞു പോന്നിട്ടേ ഉള്ളൂ. നമുക്ക് അങ്ങനെ ചെയ്തൂടെ? എന്തിനാ അതിന് പ്രത്യേകിച്ച് ഒരു സംഘടന? ഈ സംഘടനയ്ക്ക് അല്ല, WCCയുടെ പ്രവർത്തനം ഏത് മേഖലയിലാണ് പോകുന്നത് നമ്മളെല്ലാവരും കാണുന്നുണ്ട്. അതെ, ഇപ്പൊ WCCയുടെ പ്രവർത്തനം എന്താണെന്ന് പോലും നമുക്കറിയാത്ത അവസ്ഥയിലും അല്ലേ ആണല്ലോ. അപ്പൊ ഞാൻ അതിനെ കുറിച്ചൊന്നും ചിന്തിക്കാനൊന്നും പോകാറില്ല. കാരണം നമുക്ക് അമ്മയെ നമ്മൾ കുറ്റം പറയില്ല. കാരണം അമ്മ എന്ന് പറഞ്ഞാൽ സംഘടനയ്ക്ക് ഒരു പരിധിയുണ്ട്. ആർട്ടിസ്റ്റുകളുടെ കളത്തിൽ ഇടപെടാനാണ് ഇരുന്നത്. എനിക്ക് അമ്മേനൊന്നും കുറ്റം പറയാനൊന്നുമില്ല. എത്രയോ നല്ല പ്രവർത്തികളുണ്ട്. ഇപ്പം ഞാൻ പറയട്ടെ, ഒരു 5000 രൂപ വെച്ച് എല്ലാ മാസവും 1-ാം തീയതി എൻ്റെ ബാങ്കിൽ വരുന്നുണ്ട്. ഈ 5000 രൂപയും കൊണ്ട് ഓരോ വീട്ടുകാരും ജീവിക്കുന്നുണ്ട്, മരുന്നും വാടകയും ഒക്കെ കൊടുത്ത്. അത് കാണാൻ മനുഷ്യന് കണ്ണില്ലേ? അതുകൊണ്ടാണ് ജീവിക്കുന്നവർ. അപ്പോൾ അതും ഒരു അമ്മ ചെയ്യുന്നൊരു പുണ്യപ്രവൃത്തി തന്നെയല്ലേ. എത്രയോ പേർക്ക് വീട് വെച്ച് കൊടുക്കാനും ആവശ്യങ്ങളൊക്കെ ചെയ്യില്ല. പിന്നെ അമ്മ എല്ലാവരുടെയും പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഇടപെട്ട് ചെയ്തു തന്നില്ല, ആ പൈസ വാങ്ങിച്ചു, ഇത് വാങ്ങിച്ചെന്നില്ല, ഇതെന്ന് പറയുന്നതിന് അർത്ഥമൊന്നുമില്ല. അമ്മ ചെയ്യേണ്ടതൊക്കെ ചെയ്യുന്നുണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്നു അല്ലേ? ഞാൻ വിശ്വസിക്കുന്നു. ഈ പറഞ്ഞ WCCയുടെ ഒരു പോരാട്ടത്തിലാണ് നമുക്ക് പല കമ്മിറ്റികൾ രൂപീകരിച്ചത്. ഹൈക്കോടതി വരെ ഇടപെട്ടിരുന്നു അല്ലെ, കംപ്ലൈന്റ് കമ്മിറ്റി. അത് WCCയുടെ പോരാട്ടമാണ്. ഒരു ക്യാരവാൻ വിഷയം WCCയുടെ പോരാട്ടമായിട്ട് വന്നു എന്ന് പറയുന്നവർ, നമുക്കൊരു ടോയ്ലറ്റ് പോലും ഇല്ലാത്ത അവസ്ഥ വരുന്ന, അതൊക്കെ WCCയുടെ പോരാട്ടമായി തന്നെയാണ് വന്നതെന്നാണ് അവരൊരു വാദം. അതെങ്ങനെ കാണുന്നു? ഞാനത് പറയില്ല. കാരണം ഈ WCC വരുന്നതിന് മുമ്പേ ഞാനിവിടെ സംസാരിച്ചിട്ടുണ്ട്. കാരണം ഞങ്ങൾ ഒരു സ്ഥലത്ത് ഷൂട്ടിങ്ങിന് പോയപ്പോൾ, ഇന്ന് WCC ഒന്നുമില്ല, കാരവൺ വന്ന് തുടങ്ങിയ സമയമാണ്. ഞങ്ങൾക്ക് അവിടെ ഡ്രസ്സ് മാറാനോ ഒന്നിനും പരസ്യമായിട്ടൊരു സ്ഥലം, ഞങ്ങൾ എന്ത് ചെയ്യും? അന്ന് ഞാൻ വാദിച്ചു തന്നെ. അവിടെ അത്ര ആൾക്കാരുണ്ടായിരുന്നു. പ്രൊഡ്യൂസറെ പറഞ്ഞ് മനസ്സിലാക്കി ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്തു തരുന്ന പറഞ്ഞിട്ട് അന്ന് കാരവൺ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് സേഫാക്കി തന്ന ഒരു പ്രൊഡ്യൂസറുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ WCC ഇടപെട്ടുകൊണ്ടൊന്നുമല്ല, അങ്ങനെ ഞാൻ പറയില്ല. കാരണം അതിനു മുമ്പേ നമ്മൾ ഇതിനു വേണ്ടി സംസാരിച്ചിട്ടുണ്ട്. ഇത് ശ്രദ്ധയിലും പെടുത്തിയിട്ടുണ്ട്, അമ്മേനും ശ്രദ്ധയിൽ പെടുത്തിയിട്ടുണ്ട്. അമ്മ പ്രൊഡ്യൂസർ അസോസിയേഷനിൽ സംസാരിച്ചിട്ടുമുണ്ട്. ഇങ്ങനെ ഒരു അന്ന് എനിക്ക് തോന്നുന്നു ആരോ ഇതിനകത്ത് പരാതി പറഞ്ഞിട്ടുണ്ട് അമ്മയിൽ. കാരണം ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഭയങ്കരമായിട്ട്, കാരണം ഇന്നത്തെ കാലത്ത് നിങ്ങൾക്ക് അറിയില്ല, പഴയ കാലമല്ല. ഒരു ഓല കെട്ടിയിട്ടോ ഒരു തുണി മറച്ചിട്ടോ ഡ്രസ്സ് മാറാൻ ഇപ്പം ഞങ്ങൾക്ക് പറ്റില്ല. ഈ ഒളി ക്യാമറ എന്ത് സാധനം ഉണ്ടെങ്കിൽ എവിടെ ഇരിക്കണത് എന്താണെന്ന് അറിയില്ല. ഇതങ്ങ് കയറി വരുമ്പോൾ ആണ്ടോ അവൾ നടന്നുകൊണ്ടല്ലേ കിട്ടിയെന്ന് പറയും. ചിലപ്പോൾ അത് അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. ഒരു വീട്ടിൽ നമ്മൾ സമാധാനമായിട്ട് ഡ്രസ്സ് മാറാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. ലൈറ്റ് ഓഫ് ചെയ്തിട്ടൊക്കെ വേണം ഞങ്ങൾക്ക് മാറാൻ. കാരണം ആ വീട്ടിൽ ഏതെങ്കിലും കുരുത്തക്കട്ടെ ഏതൊരു ഒരുത്തനുണ്ടെങ്കിൽ അവനൊരു ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട്, ഇപ്പോൾ നമ്മുടെ ബട്ടൺസിനകത്ത് വരെ ക്യാമറ വയ്ക്കാം ഇല്ലേ? നമ്മൾ എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടാവും? നമ്മൾ ഓടി വന്ന് സീൻ്റെ സമയത്ത് ഡ്രസ്സ് മാറി നമ്മൾ ഓടിയിട്ടുണ്ടാവും ഇല്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സേഫിന് വേണ്ടിയിട്ടല്ല, കാരവണിൽ നിങ്ങൾക്ക് സുഖമായിട്ട് AC കൊണ്ടിരിക്കാനല്ല. ഞങ്ങൾക്ക് ചിലപ്പോൾ ഒന്ന് ടോയ്ലറ്റ് പോകേണ്ടി വരും, ചിലപ്പോൾ ഡ്രസ്സ് മാറേണ്ടി വരും, എന്തെങ്കിലുമൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മളിത് വേണം എന്ന് പറഞ്ഞത്. അത് ഇവർ പറയുന്നതിന് മുമ്പേ ഞങ്ങൾ പറഞ്ഞിട്ടുമുണ്ട്. അമ്മയിൽ ഞങ്ങൾ കംപ്ലൈൻറ്റും പറഞ്ഞിട്ടുണ്ട്, വേണം ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രൈവസി വേണമെന്ന്. അത് തെറ്റാണോ? സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി കംപ്ലൈന്റ് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് അല്ലേ? അത് കോടതിയുടെ ഇടപെട്ട് രൂപീകരിച്ചിട്ടുണ്ട്. അത്തരമൊരു കമ്മിറ്റി വേണമെന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ടോ? ഇപ്പൊ എവിടെയാ കമ്മിറ്റി? എവിടെയെങ്കിലും കാണാറുണ്ടോ? ഉണ്ടോ? അല്ല, അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? എൻ്റെ അന്വേഷണം ഇവിടെ വന്നിട്ടുണ്ടോ? ഇതൊക്കെ പറയലാണ്. മേടിച്ച വരെ കാര്യങ്ങൾ കിട്ടി ഞാൻ അത് പ്രവർത്തിക്കുന്നുണ്ടോ? ഞാൻ ഇതുവരെ വർക്ക് ചെയ്യുന്നില്ല, ഞാൻ കണ്ടിട്ടില്ല. ഒരു കമ്മിറ്റി വന്നിട്ട് എന്താ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ ആര് ചോദിച്ചിട്ടുണ്ട്? ഇതൊക്കെ ശ്രദ്ധയിൽ ഇങ്ങനെ ഓരോ ന്യൂസ് വന്ന് ഇങ്ങനെ പോവാന്നല്ലാതെ, ഞാൻ നേരത്തെ പറഞ്ഞതാണ് അടിസ്ഥാനം. നമ്മൾ എന്ത് ശരിയും തോന്നുന്നു നമ്മൾ ചെയ്യുക. ശരിയാണോ? അതല്ലേ നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് പറ്റാത്തനി നമ്മൾ വിട്ടേക്കുക. അതിലേക്ക് നമ്മൾ പിന്നെ ഇതായി പോകണേ എന്തിന്? പിന്നെ ഈ കംപ്ലൈന്റ് കമ്മിറ്റിയൊക്കെ വന്ന് ഈ കാര്യങ്ങളൊക്കെ അത് പരിഹരിച്ച് എന്താ അവിടെ നടക്കുന്നത്? അതിന് സിനിമാ ഫീൽഡിൽ ഇപ്പം എന്ത് നടക്കുന്നുണ്ട്? എൻ്റെ ഒരു അനുഭവം വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് സിനിമാ ഫീൽഡിൽ നിന്ന് ഒരു ബുദ്ധിമുട്ടായിട്ട് അനുഭവം എനിക്ക് വരുന്നില്ല. മറ്റുള്ളവർ വരാതിരിക്കാൻ അവർ നോക്കണം.
എന്ത് കംപ്ലൈൻറ്റോ കമ്മിറ്റിയോ എന്ത് വെച്ചിട്ടും കാര്യമൊന്നുമില്ല. നമ്മളാണ് നമ്മുടെ സേഫ്നെസ് നോക്കേണ്ടത്. നമ്മുടെ ശരീരം നമ്മൾ നോക്കണം. എന്ത് കംപ്ലൈൻറ്റ് കമ്മിറ്റി ഉണ്ടായിട്ടൊന്നും വലിയ കാര്യം എനിക്ക് തോന്നുന്നില്ല. ഞാൻ ധിക്കരിച്ച് പറയല്ല, പക്ഷെ ഞാൻ കാണുന്നില്ല. ഉണ്ടെന്ന് പറച്ചിൽ മാത്രമല്ലേ ഉള്ളൂ. എവിടെ കാണുന്നു? ഒരു സ്ഥലത്ത് കാണിച്ചു തരാമോ? ഞാൻ കണ്ടിട്ടില്ല. അതൊരു വീഴ്ചയല്ലേ? അങ്ങനെ കമ്മിറ്റി വേണമെന്ന് പറയും. അത് സംഘടനയ്ക്ക് എല്ലാം ഉത്തരവാദിത്തമാണ്. അമ്മ സംഘടന എല്ലാവരും ചേർന്നുള്ള തീരുമാനമാണ്. അപ്പൊ അത് അത്ര ഒരു ഉത്തരവാദിത്വക്കുറവ് ഈ സംഘടനയ്ക്ക് ഇല്ല. അപ്പൊ അതിന്റെ പുറകിലത്തെ വശം എന്താണെന്ന് എനിക്കറിയില്ല. ഇനി എവിടെയെങ്കിലും നോക്കുന്നുണ്ടോ? കാരണം എനിക്കറിയില്ല. കാരണം എന്താണ് അത് സംഭവിക്കുന്നതെന്ന് നമുക്കറിയില്ല. അപ്പം അത് വന്നാൽ നല്ലതാണ്. കാരണം ഒരു സേഫ്നെസ് ആണ്. പക്ഷെ സ്ത്രീകൾ സേഫ്നെസ് അല്ലെന്ന് പറയുന്നത് ഇതിന് മാത്രം എന്താ ഇവിടെ നടക്കുന്നത് എനിക്ക് മനസ്സിലാവാത്തത്. എന്താണ് ഇവിടെ നടക്കുന്നത്? അതിന് മാത്രം സേഫ്നെസ് അല്ലാതെ ഏതോ സമയത്ത് നേരത്തെ പറഞ്ഞ എവിടെയൊക്കെ പോകുന്നു, അതിനുശേഷം പിന്നെ മീറ്റുമായിട്ട് അത് ആരുണ്ടാക്കണു? അതിപ്പോ ഈ കംപ്ലൈന്റ് കമ്മിറ്റി ഒന്ന് മാറുമോ? എനിക്ക് തോന്നുന്നു മാറുമെന്ന്. ഈ ഉണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും ഒന്ന് പുറകിലേക്ക് എടുത്ത് നോക്ക്. ശരി, ഒരു വണ്ടിയിൽ തട്ടിക്കൊണ്ടുപോയി, അങ്ങനെ കൊണ്ടുപോയി 2 പേരെ ബലമായിട്ട് കൊണ്ടിട്ടാണ് അവർ കൊടുക്കുന്നത്. ശരിയാ, നമുക്ക് പറയാം, വാദിക്കാം, അവരുടെ കൂടെ നിൽക്കാം. ഇത് സ്വന്തം ഇഷ്ടം. ഇപ്പോൾ ഉദാഹരണം, ഒരാൾ നടന്നു അയാളുടെ പുറകെ പോയി ഹോട്ടൽ റൂമിലും പോയി അവിടെ ഇവിടെയൊക്കെ പോയി അമ്മയോ അച്ഛനോ ആരും അന്വേഷിക്കാതെ ധിക്കരിച്ച് ലിവിങ് ടുഗദർ നടക്കുന്നു. അവരെ തോന്നിവാസം കാണിച്ചു വെച്ച് നാളെ ഇത് എന്നെ എങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ ഒരാണിനെ ഇതാക്കണതിൻ്റെ എന്താ അർത്ഥമുള്ളത്? തിരിച്ച് ആണുങ്ങൾക്ക് പറഞ്ഞൂടെ? നിങ്ങളെന്താ പറയാത്തത്? നിങ്ങളെ ഞാൻ സപ്പോർട്ട് ചെയ്യും. നിങ്ങളെ അവർ ബുദ്ധിമുട്ട്. നിങ്ങൾക്ക് ഭാര്യയും അതിലേക്ക് ഭാര്യയും മക്കളൊക്കെ ഉണ്ട്. അറിയാതെ ഇങ്ങനെ സംഭവിച്ചു പോയി. ആ ഭാര്യ ഒരു പെണ്ണല്ലേ? ആ മോള് പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി വളർന്നു വരില്ലേ? അച്ഛനിങ്ങനെ ചെയ്തു എന്ന് വരില്ലേ? അപ്പൊ ആണുങ്ങൾക്ക് വിഷമമൊന്നും ഇല്ലേ? ഇല്ലേ? സംഭവിച്ചു പോയി. നിങ്ങൾ എത്ര പേര് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്? ഇവിടെയൊക്കെ നിയമങ്ങളാണ് പ്രശ്നം. അപ്പൊ ആണുങ്ങൾക്ക് എന്താ? ആണിന്റെ ഭാര്യ അമ്മയും പെണ്ണല്ലേ? അല്ലേ? അവർക്ക് വിഷമമില്ലേ? അതെന്താ തിരിച്ചറിയണം. നമ്മളിപ്പോൾ ഞാനൊരു ആരോപണം, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ നിങ്ങൾക്ക് ഭാര്യയുണ്ട്, നിങ്ങൾക്ക് തിരിച്ചു ചോദിച്ചൂടെ? ചോദിക്കാം. ഒരാൾ പെണ്ണിന് അത് ഇനി പണ്ടാ. ഇപ്പൊ ഒന്നും സ്ത്രീയുടെ കൂടെ ഒന്നും സമൂഹം നിൽക്കൊന്നുമില്ല. സമൂഹം നിങ്ങളെടുത്ത് നോക്ക്, അഭിപ്രായങ്ങളെടുത്ത് നോക്ക്. പോയിട്ടല്ലേ എന്ന് ചോദിക്കണത്. എന്തുകൊണ്ട് അമ്മയും കൊണ്ട് പോയില്ല? ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് പോകുമ്പോൾ എനിക്ക് പോകാൻ പറ്റാത്ത സ്ഥലമാണ്, ഞാൻ എൻ്റെ അമ്മയെ കൂട്ടും. വയ്യെങ്കിലും അമ്മ ഒന്ന് വാമേ നമുക്ക് പോകാമെന്ന് പറയും. ചെയ്തൂടെ? ഇത് അമ്മയില്ല ആരുമില്ല, തോന്നിയ പോലെ ഇഷ്ടം പോലെ ആ സിംഗപ്പൂർ, അമേരിക്ക, ഗൾഫ് അവിടെയൊക്കെ കറങ്ങിയടിച്ച് വന്നേച്ച് എല്ലാം മേടിച്ച് ഞാൻ സ്ത്രീകളെ കുറ്റം പറയാം. തിരിച്ചും ഞാൻ പറയാം, ആണുങ്ങളും പെണ്ണുങ്ങളുടെ അടുത്ത് മേടിക്കുന്നുണ്ടാവും. സ്ത്രീകളെ കൊണ്ടുപോയി അതൊക്കെ മേടിച്ചത്, അവരെ പൈസയും മേടിച്ചെടുത്ത് ഇതൊക്കെ കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങൾക്കും കംപ്ലൈൻറ്റ് ചെയ്തൂടെ? അത് നിങ്ങളങ്ങനെ പറഞ്ഞ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞത് വേറെ ഒന്നുമല്ല. ഫാമിലി ആൾക്കാർ ഉള്ളപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അവർക്കും ഒരമ്മ സ്ത്രീ, അവരുടെ ഭാര്യ സ്ത്രീ, അവരെന്ത് തെറ്റ് ചെയ്തു? അവരനുഭവിക്കില്ലേ? മറന്നവന് കുട്ടി അനുഭവിക്കില്ലേ? എൻ്റെ ചോദ്യം ഇതൊക്കെയാണ്. ഞാൻ ചോദിച്ചിട്ടുമുണ്ട്. ഈ ലഹരി കൂടുതലായിട്ട് വരുന്നു എന്ന് പറയുന്നു. വലിയ ചർച്ചയൊക്കെ നടന്നു അല്ലേ? ചില ആളുകളെ മാറ്റി നിർത്തി താരസംഘടന ഇടപെടലുണ്ടായി, നിർമ്മാതാക്കളുടെ ഇടപെടലുണ്ടായി. അത്തരം ഒരു ലഹരി ഉപയോഗം വർദ്ധിക്കുന്നതായിട്ട് തോന്നുന്നു. ഇപ്പം എന്താ അറിയോ അങ്ങനെ വർദ്ധിക്കാൻ മെയിൻ കാര്യം? എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്, എനിക്ക് മറ്റുള്ളവരുടെ കാഴ്ചപ്പാടൊന്നും അറിയില്ല. വെള്ളം അടിച്ച പോലീസ് പിടിക്കും, ഊതിച്ച പോലീസ് പിടിക്കും, പ്രശ്നങ്ങളായി. ഇതാകുമ്പോൾ വലിയ പോലീസ് അറിവും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇപ്പം മിഷ്യൻ വന്നു തുടങ്ങിയെന്ന് കേട്ടു. ഞാൻ ഈ പറയുന്ന വെള്ളമടിയൊന്നും ഇല്ലാത്ത ആളാണ്. ഇപ്പം ഇതിന് മിഷ്യൻ വന്നു തുടങ്ങി. അതുകൂടെ കണ്ടുപിടിച്ചാൽ ഇതും ഏകദേശം കുറച്ച് സ്റ്റോപ്പാവും. കാരണം ഈ മദ്യം കഴിക്കുന്ന ആൾക്കാരാണ് കൂടുതലുമായിട്ട് നമ്മൾ മുമ്പ് കണ്ടുകൊണ്ടിരുന്നത് അല്ലേ? ഈ മറ്റുള്ള അനന്തർ വരുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 എണ്ണം അടിക്കുക, തെറ്റൊന്നുമില്ല. കഴിക്കുന്നുണ്ട്. ഞാൻ കഴിക്കുന്നവർക്ക് ഞാൻ ഒരിക്കലും എതിരൊന്നും പറയാറില്ല. കാരണം ഞാനിപ്പോൾ കഴിക്കുന്ന ഒരാൾ, ഇപ്പം എൻ്റെ വീട്ടിലാണ് എൻ്റെ ഭർത്താവിനെ നിയന്ത്രിക്കുകയാണ് കഴിക്കുന്നത് പറഞ്ഞാൽ അദ്ദേഹം ചിലപ്പോൾ പുറത്തു പോയി കഴിക്കും. അപ്പോൾ കഴിക്കുന്നതിന് തെറ്റല്ല, പക്ഷേ കഴിച്ച് നമ്മൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. ഇപ്പം ലഹരി ഉപയോഗിക്കുന്നത് വെച്ചാൽ ഒരു രക്ഷയില്ല ഇപ്പോഴത്തെ കുട്ടികൾ. പണ്ടത്തെ ഞങ്ങളൊക്കെ വളർന്നു വന്ന കാലമല്ല ഇപ്പോൾ. ഇപ്പം ഇതൊക്കെ കിട്ടാൻ ഈസിയാണ്. വാട്സാപ്പിൽ കൂടെ ഒരു മെസ്സേജ് ഇടാ, എൻ്റെ പാലത്തിൻ്റെ താഴെ വന്നാൽ മതി കേട്ടോ, സാധനം കിട്ടി. ഒരു ഇതും വേണ്ട. മറ്റേത് ഞങ്ങൾക്ക് ഫോണുണ്ടോ പണ്ട്? ഇങ്ങനെ വല്ലതും നടക്കുമോ? ഇന്നിപ്പോൾ എന്താ? എത്തിയിട്ടുണ്ട് കേട്ടാ, പോവാ. പല പേരുകൾ. ഇതൊക്കെ ഉപയോഗിച്ച് ഇന്നത്തെ ജനറേഷൻ ആൾക്കാരൊക്കെ പ്രശ്നങ്ങളായിക്കൊണ്ടിരിക്കുക. ലഹരി ഇഷ്ടം പോലെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. ഉപയോഗിക്കാൻ എന്താ ചെയ്യുക? അനുഭവിക്കേണ്ടതല്ല, എന്ത് ചെയ്യാൻ പറ്റും? അത്തരം ആളുകളെ വെച്ച് സിനിമകൾ ചെയ്യുമ്പോഴാണ് സിനിമയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. നമ്മളെപ്പോഴും കാണുന്നു ചർച്ചകളൊക്കെ. ഞാൻ പല
വാർത്തകൾ ചെയ്തിട്ട് അത്തരം ആളുകൾ വെച്ച് തന്നെ സിനിമ ചെയ്യാൻ ചില ആളുകൾ വരുന്നു. ഇവിടെ ആരെ കുറ്റം പറയണം? ആരെയും കുറ്റം പറയണ്ട. ആ സിനിമകൾ നല്ലപോലെ അംഗീകരിക്കുന്ന പ്രേക്ഷകരുണ്ട്, നല്ലപോലെ പൈസ ഉണ്ടാക്കുന്ന പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. ഇവരടിക്കോ അടിക്കാതിരിക്കോ ലഹരി കഴിക്കും, എന്തായാലും തിയേറ്ററിൽ കൈയടിയിരിക്കുന്ന ഏതൊരാളാണെങ്കിലും പ്രൊഡ്യൂസറും ഡയറക്ടേഴ്സ് അവരെ കാസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ലഹരി ഒന്നും അവർ നോക്കുന്നില്ല ഇപ്പോൾ. എന്താ ശരിയല്ലേ? ഓഡിയൻസ് അവർക്കും ഉണ്ട്. നന്നായിട്ട് അഭിനയിക്കുന്ന ആൾക്കാരായിരിക്കും, അവരെ ജനം കൈയടിച്ച് സ്വീകരിക്കും. ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും അവരുടെ ഓഡിയൻസ് ഇഷ്ടപ്പെടുന്ന പൈസ ഉണ്ടാക്കി കൊടുക്കുന്ന പ്രൊഡ്യൂസ്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഒരു പടം ലഹരിയൊക്കെ ഉണ്ടാക്കിയ ഒരു പടം അഭിനയിച്ച് ആ പടം അങ്ങോട്ട് പൊളിഞ്ഞു, ആ പ്രൊഡ്യൂസറും ഡയറക്ടർ വീണ്ടും അവനെ വെച്ച് പടം എടുക്കില്ലല്ലോ. ലഹരി ഉപയോഗിച്ചോ എന്തോ ഉപയോഗിച്ചോ എന്താണെങ്കിലും ആ പടത്തിന് ഓഡിയൻസും നല്ല കാശും കഴിച്ചാൽ കിട്ടിയ ആ പ്രൊഡ്യൂസറാണല്ലോ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടണത്. ഒരു പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും സാധാരണ പ്രൊഡ്യൂസറാണ്. പ്രൊഡ്യൂസർ പടം വന്ന് ഇറങ്ങുന്നവരെ ആ പ്രൊഡ്യൂസർ ഭയങ്കര കാര്യം, അയ്യോ സാർ പ്രൊഡ്യൂസർ വന്നിട്ടോ. ഇദ്ദേഹം വന്ന് അത് ആ കളത്തിൽ കയറി കഴിഞ്ഞാൽ പിന്നെ പ്രൊഡ്യൂസർ വെറുതെ പൈസ ഇറക്കുന്നൊരു യന്ത്രമാണ്. ആ യന്ത്രത്തിന് ആ പാവം ആദ്യം വരുന്ന പ്രൊഡ്യൂസർ, പഠിച്ചു വരുന്ന പ്രൊഡ്യൂസർ അല്ലാട്ടോ ഞാൻ പറയുന്നത്, പുതിയ പ്രൊഡ്യൂസർ, ആ പൈസ അദ്ദേഹത്തിന് കിട്ടിയ അദ്ദേഹത്തിന് എത്ര ബുദ്ധിമുട്ടുണ്ടെന്ന് ഒരു പടം പോയി കഴിഞ്ഞാൽ ചിന്തിക്കൂല. അപ്പോൾ ഈ ലഹരിയല്ല എന്താണേലും പ്രേക്ഷകർ ഇഷ്ടപ്പെട്ട എന്തൊക്കെ കാണിച്ച ആളാണെങ്കിലും അവർ പടം സക്സസ് ആയിട്ട് വരികയാണെങ്കിൽ അവർ വീണ്ടും മുന്നിൽ തന്നെ നിൽക്കും. അങ്ങനെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. എല്ലാം അങ്ങനെ എത്രയോ പടങ്ങൾ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇവരൊക്കെ കഴിക്കുമോ ഇതൊന്നും എൻ്റെ വിഷയമല്ല. ഇഷ്ടപ്പെട്ട ആരും ലഹരിക്ക് അടിമയല്ല, എന്താണേലും സ്ക്രീനിലെ പെർഫോമൻസ് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടോ അവരവരെ കയ്യിലെടുത്തിട്ടുണ്ടാവും. ഒരു തെറ്റും. എനിക്ക് അടിയായോ എന്ന് ചോദിച്ചാൽ അങ്ങനെ തോന്നിയില്ല. കാരണം ഇലക്ഷന് നിന്നതിൻ്റെ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഉറപ്പാണ്. ഇത്രയും വലിയ ആൾക്കാർ നിൽക്കുന്ന അരൂര് ഞാൻ ഇത്രയും ലക്ഷം വോട്ടും മേടിച്ച് ഒരു മാസം കൊണ്ട് ഞാൻ ജയിക്കുമോ? ഒരിക്കലും ഇല്ല. കമർ നിന്നു, കാരണം എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, അത് നിന്നു. അതിനെ ചുറ്റിപ്പറ്റി കുറച്ച് പ്രശ്നങ്ങൾ വന്നതുകൊണ്ടാണ് എനിക്ക് പ്രോബ്ലം വന്നത്. അല്ലെങ്കിൽ ഈസിയായിട്ട് ആ ഇലക്ഷൻ നിന്ന് ഞാൻ ആ വഴിക്ക് പോയെന്നെ. പക്ഷെ അതിനോടനുബന്ധിച്ച് കുറേ ഞാൻ പോലും അറിയാത്ത കുറേ സംഭവങ്ങൾ കണക്റ്റഡായി. അത് ഞങ്ങളുടെ ഈ വരുന്ന പാർട്ടിയുടെ ഒരാളും കൂടെ ആയിപ്പോയി. അപ്പം ഞങ്ങളൊക്കെ ചോദ്യം ചെയ്യേണ്ടി വന്നു. അതിനകത്ത് ഞാനും ആ 10 പേരും ഒരാൾ ഞാനാ. എന്നെ ചോദ്യം ചെയ്താണ് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്തത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, എന്തെങ്കിലും ഒരു തെറ്റ് വന്നാൽ അത് ഹൈലൈറ്റ് ആവുള്ളൂ. ഞാൻ അതിന് ജയിച്ചതിന് ഇത്ര വലിയ പ്രാധാന്യം കൊടുക്കുമോ? ഒരിക്കലും ഇല്ല. എനിക്ക് വലിയ അടിയായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ വിഷമം വേണ്ടായിരുന്നു എന്ന് പിന്നെ ചിന്തിച്ചപ്പോൾ തോന്നി, ഇത്തരം പ്രശ്നങ്ങളൊക്കെ വരുന്നു വിചാരിച്ചിട്ടല്ലോ. അങ്ങനെ വീണ്ടും ഒരു പരാതിയിലേക്കൊക്കെ പോകുന്നു. അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലുണ്ടാവുന്നു, അദ്ദേഹത്തിന് ചോദ്യം ചെയ്യലുണ്ടാവും. പിന്നീട് അതിനെക്കുറിച്ച് എവിടെയാണ് എന്താണ് സംഭവിച്ചതെന്ന് പഠിച്ചോ? ഏത് ഈ ചോദ്യം ചെയ്യൽ കണക്റ്റഡ് ആയപ്പോഴോ? അത് ഏതൊരു ഞാൻ പറയട്ടെ, ഇപ്പോൾ ഒരു കേസിൻ്റെ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനോടനുബന്ധിച്ച് നിന്നിരുന്ന എല്ലാവരെയും അവർ ചോദ്യം ചെയ്യുക. അത് അവരുടെ ഡ്യൂട്ടിയാണ്. അത് പ്രിയങ്ക എന്ന് പറഞ്ഞ ഒരാൾ അറിയുന്നതുകൊണ്ട് മാത്രമാണ് അത് വലിയൊരു പബ്ലിസിറ്റി ആയത്. ഞാനതൊന്നും അല്ലായിരുന്നെങ്കിൽ അറിയില്ലായിരുന്നു. ചോദ്യം ചെയ്ത് ഞാൻ ചെന്നപ്പോഴത്തേനും പത്രക്കാർ വരുന്നു, എടുത്തിടുന്നു, ആ പ്രിയങ്കതെ അറസ്റ്റിൽ നിന്ന് വരെ പറഞ്ഞു കഴിഞ്ഞു. അതെന്തുകൊണ്ടാണ്? അവരുടെ ഇത് റീച്ച് ആവണം. അത് പ്രിയങ്ക അറസ്റ്റ് ചെയ്യുമോ, തല്ലി കൊല്ലുമോ, പ്രിയങ്ക തൂങ്ങി മരിച്ചു. എത്ര പേര് എന്നെ വിളിച്ചു ചോദിച്ചു, വേറെ ഏതോ പ്രിയങ്കയോ? എൻ്റെ അടുത്ത് ചേച്ചി ഫോണ് പ്രിയങ്ക ചേച്ചി ഉണ്ടോ? ഞാനാണല്ലോ. ശരി. പിന്നെയാണ് ഞാൻ കാണുന്നത് ഫേസ്ബുക്കിൽ പ്രിയങ്ക തൂങ്ങി മരിച്ചത്. അപ്പോൾ അതാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. ഒന്നും ഉണ്ടാവില്ല, ഫ്രണ്ടിൽ കാണും പ്രിയങ്ക തൂങ്ങി മരിച്ചു. എടുത്തു നോക്കുമ്പോൾ ഏതോ തമിഴ്നാട്ടിലെ തെലുങ്കാനയിൽ കിടന്ന ഏതോ ഒരു പ്രിയങ്കയാണ് തൂങ്ങി മരിച്ചിരിക്കുന്നത്. അപ്പോൾ കണക്റ്റായിട്ട് വന്നുകൊണ്ടിരിക്കും. അതൊന്നും കേട്ട് അതിൻ്റെ കമൻ്റൊക്കെ വെച്ച് സങ്കടപ്പെടാനൊന്നും ഞാനില്ല. വന്നു. ഇനി നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. കാരണം ഒരുപാട് പ്രശ്നങ്ങൾ വന്ന് പെട്ടിട്ടുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഈ പ്രശ്നങ്ങൾ ഞാൻ അറിയാതെ വന്ന് സംഭവിച്ചു പോയ കാര്യങ്ങളാണ്. അതെല്ലാം ഞാൻ കുറച്ചുകൂടി സോൾവ് ചെയ്ത് ഞാനിപ്പോൾ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ മെൻ്റലി നല്ല ഇതിൽ നിൽക്കുകയാണ്. പഴയ കാര്യങ്ങൾ ഇതൊക്കെ എല്ലാം അതറിയാമല്ലോ. അതിൻ്റെ ഒന്നും ഇനിയില്ല. ഇനി അത് അവിടെ കഴിഞ്ഞു പോയ സംഭവം. ഞാൻ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അതെൻ്റെ അറിവില്ലായ്മ കൊണ്ട് വന്നതാണ്. അത് ഞാൻ മാറ്റി നമ്മൾ സ്വയം അനലൈസ് ചെയ്തെടുത്താണ്. ചെയ്യേണ്ടായിരുന്നു അങ്ങനെയൊന്നും നിൽക്കാൻ. വലിയ പ്രശ്നങ്ങളല്ല, കൊച്ചു പ്രശ്നങ്ങളാണെങ്കിലും അത് നമ്മൾ സോൾവ് ചെയ്യും. അത് കണ്ട് ആരും ഇനിയിപ്പം എന്നെ അങ്ങനെയല്ലേ പറയൂ, എല്ലാത്തിനും പ്രശ്നം അങ്ങനെ ഒരു ടോക്ക് വന്നിട്ടുണ്ട്. അതെനിക്ക് വിഷമമുണ്ട്. പക്ഷേ ഒരു കാര്യം വീണ്ടും ഞാൻ പറയാം, ഞാൻ എവിടെ ഇതൊക്കെ പ്രശ്നങ്ങൾ എന്തൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും സത്യമായിട്ടും ജനങ്ങൾക്ക് എന്നെ ഇഷ്ടമുണ്ട്. ഞാൻ ഏത് പ്രോഗ്രാമിന് പോലും ഒരു പ്രോഗ്രാമിന് പോലും അവർ തരുന്ന ഒരു സ്നേഹം, അത് മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ. അത് ഇന്നും എനിക്കുണ്ട്.
എനിക്കത് മതി. വേറെ എന്താ, എനിക്ക് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഭയങ്കരമായിട്ട് വലിയൊരു നടിയാവണമെന്ന് ആഗ്രഹിച്ച് വന്ന ആളല്ല. ഇതെൻ്റെ ലോട്ടറിയാണ്. എനിക്കൊരു കോടി അടിച്ച ലോട്ടറിയാണ് ഇത്. ഞാനിതിൽ സന്തോഷിക്കുന്നു. എനിക്കിതിൻ്റെ അപ്പുറം വേണ്ട. കോടി വേണ്ട, എനിക്കിത് മതി. അപ്പോൾ പിന്നെ കിട്ടുന്നതൊക്കെ എൻ്റെ ഭാഗ്യമല്ലേ. ഇനി കിട്ടുന്നതൊക്കെ എൻ്റെ ഭാഗ്യമാണ്. ഇപ്പോഴും ഞാൻ ഉറച്ചാലിയോട് പറയാം, എൻ്റെ സമയം വന്നിട്ടില്ല. എനിക്കൊരു ഏതെങ്കിലും ഒരു ക്യാരക്ടർ എനിക്ക് കിട്ടും. അന്ന് നമ്മൾ ഇതുപോലെ ഇരുന്ന് വീണ്ടും സംസാരിക്കേണ്ടി വരും. ഈ മമ്മൂക്കായിൽ നിന്നും കിട്ടിയിരിക്കുന്ന ഒരു ഉപദേശം എന്തായിരിക്കും? മമ്മൂക്കായിൽ നിന്ന് കിട്ടിയത്, അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഒരു എല്ലാവരും പറയുന്ന പോലെ ഒന്നുമല്ല. നമ്മളും അങ്ങനെയൊക്കെ കുറേ കേട്ടിട്ടില്ല. പക്ഷെ മമ്മൂക്ക എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പഠിക്കേണ്ട ഒരാളാണ്. അത്ര നല്ലൊരു മനുഷ്യനാണ് മമ്മൂക്ക. എനിക്ക് ഭയങ്കര ബഹുമാനവും. ഞാൻ അഭിനയിച്ച 2-3 പടം അഭിനയിച്ചിട്ടുണ്ട്. മധുരാജയാണെങ്കിലും പ്രമാണിയാണെങ്കിലും ഓർമ്മകളുണ്ടായിരിക്കണം. പണ്ടത്തെ TV ചന്ദ്രനാഥൻ്റെ പടം തൊട്ട് മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ശരിക്കും അദ്ദേഹത്തെ കണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതശൈലി കണ്ട് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ശരിക്കും അതേ ഒരു പോസിറ്റീവ് എനർജിയാണ് എല്ലാവർക്കും. എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളൂ. ലാലേട്ടൻ നമ്മുടെ ഇപ്പോൾ ലാലേട്ടനെ പറയുന്നത് നമ്മുടെ കുടുംബത്തിലൊരു അംഗം. വേറെ ഒന്നും അതിനകത്ത് പറയാനില്ല. അത്ര മാത്രം നമ്മളെ അങ്ങനെ നമ്മുടെ മനസ്സിൽ തോന്നിയിട്ടുള്ളൂ. രണ്ടുപേരും 2 തട്ടിലാണ്. മനസ്സിലായോ? നമുക്ക് നല്ല ജീവിത രീതി ഇതൊക്കെ നമ്മൾ നോക്കി കണ്ട് ഇങ്ങനെ അധികം സംസാരിക്കില്ലെങ്കിലും വളരെ സ്നേഹമുള്ള ഒരാളാണ് നമുക്ക്. നമ്മൾ വിചാരിക്കും അയ്യോ അദ്ദേഹത്തിന് പിന്നെ അതാ ഞങ്ങൾ അമ്മ എന്ന് പറഞ്ഞ സംഘടനയുടെ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഉത്സവമാണ്, ആഘോഷമാണ്. സെൽഫി എടുക്കുക, വരുമല്ലേ, സെൽഫി എടുക്കുക, ഡിപ്പ് ഇടുക. അന്നത്തെ ദിവസം ഞങ്ങൾ ഡ്രസ്സ് തന്നെ സെലക്ഷനാണ് പോയിട്ട്, പുതിയ ഡ്രസ്സ്. ലാലേട്ടൻ പിന്നെ അറിയാലോ, എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു കുടുംബം, നമ്മുടെ ഒരു അടുത്തുള്ള ബന്ധം, അങ്ങനെയുള്ള ഒരു ഇതേ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ ലാലേട്ടൻ്റെ കൂടെ നമ്മൾ സംസാരിക്കുമ്പോൾ. പിന്നീട് ഇവരുടെ കൂടെയൊക്കെ സിനിമകൾ ഇപ്പൊ ഇല്ലല്ലോ, ഇവരോട് ചോദിക്കാറുണ്ടോ എന്താണ് എനിക്ക് കിട്ടുന്നില്ലല്ലോ? ഞാൻ അങ്ങനെ ചോദിക്കാറില്ല, പക്ഷെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പോൾ ലാലേട്ടൻ്റെ ഒരു പടം ഇറങ്ങിയാൽ നോക്കും, എനിക്ക് പറ്റിയ ക്യാരക്ടർ വല്ലതും ഉണ്ടോ. പക്ഷെ ഞാൻ ഇതിനകത്തൊന്നും അധികം കാണാറില്ല, കാരണം അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഒന്നും ഇപ്പം അധികം ഇല്ല. മമ്മൂക്കയുടെ പടത്തിൽ ഇപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കും. നേരത്തെ ഞാൻ പറഞ്ഞൊരു വാക്ക് തന്നെ എപ്പോഴും കടമെടുക്കുള്ളൂ. ഈ പടത്തിൽ ഞാൻ ഇരിക്കാൻ കാരണം ചന്ദ്ര എന്നൊരു ക്യാരക്ടർ കിട്ടാൻ എൻ്റെ ഒരു റോൾ ഇതാണ്. അതുകൊണ്ട് എനിക്കിത് കിട്ടും, എൻ്റെ ദൈവം തരുന്ന ഇത് കിട്ടുന്നു, എനിക്ക് വിധിച്ചു തന്നെ അത് കിട്ടും. അതിനകത്ത് ഞാൻ ആരോടും ചോദിക്കും വേണ്ട, പറയും വേണ്ട, മതി. നമ്മളതിൽ സന്തോഷമായിട്ടിരിക്കുക. ഇപ്പം ഞാനൊരു സീരിയൽ സുഗമോദേവി ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അത് ഫൈസൽ അടിമാലി എന്ന് പറഞ്ഞൊരു ഡയറക്ടർ ഞാനാണ് സുഗമോദേവിയിൽ, അറിയാലോ. സുഗമോദേവിയിൽ ആ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ആ ഡയറക്ടർ ഇവിടെ നിൽക്കേണ്ട ആളേ ഇല്ല. അദ്ദേഹം പടം ചെയ്ത് അദ്ദേഹത്തിന് നല്ല സക്സസ് ആക്കാൻ പറ്റും. കാരണം അദ്ദേഹത്തിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത്ര നാളും സീരിയലിൽ കണ്ടതിൽ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഡയറക്ഷനുള്ള ആളാണ് മതി. ഒരു ജോലിയിൽ ഇത്രയും ഡെഡിക്കേഷനായിട്ട് ഒരു ഡയറക്ടറെ ഞാൻ സത്യം പറഞ്ഞ സീരിയലിൽ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം. ഇത് എൻ്റെ ക്യാരക്ടർ, ഞാൻ ആ മാധവി എന്ന് പറഞ്ഞ് എനിക്ക് അവാർഡ് കിട്ടി. ആ മാധവി എന്ന് പറഞ്ഞ സുഗമോദേവിയിൽ ചെയ്യുന്ന ക്യാരക്ടർ അദ്ദേഹത്തിൻ്റെ കഴിവുകൊണ്ടാണ് അത് ഞാൻ ചെയ്യുന്നത്, അത്രയും ബോൾഡായിട്ട് ചെയ്യുന്നത്. കാരണം ഞാൻ കോമഡി ചെയ്ത്, നിങ്ങൾക്കറിയാമല്ലോ, കുറേ കോമഡിയും കാര്യങ്ങളൊക്കെ ചെയ്തു വന്ന ആളാണ്. പക്ഷെ ഞാൻ നേരത്തെ അന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു ഡയറക്ടറാണ് നമ്മളെ ക്യാരക്ടർ ചേഞ്ച് ആക്കുന്നത്. കോമഡിയിൽ നിന്ന് തന്നെ ഒരു നോട്ടത്തിൽ എന്തെങ്കിലും പഠിച്ചു അപ്പോൾ സാറ് വിളിച്ച് പറയും, പ്രിയങ്ക എന്തേ കാണിക്കും, ചീത്ത പറയും നമ്മളെ. ഞാനത് ആസ്വദിച്ച് വർക്ക് ചെയ്യുന്ന ഒരാളാണ്, അങ്ങനെ പറയണം. അല്ലാതെ ഞാൻ എന്തെങ്കിലും ചെയ്താൽ അത് ഓക്കെ പാടില്ല, തിരുത്തി നമ്മളെ കൊണ്ടുവരണം, അതല്ല ചെയ്യേണ്ടത്. അത് ചെയ്യുന്ന ഒരു ഡയറക്ടറാണ് ഫൈസൽ അടിമാലി. ഞാൻ സുഗമോദേവി ചെയ്യുമ്പോൾ ആദ്യം വിചാരിച്ചെന്താ അറിയോ, തിരുവനന്തപുരം 3-4 ദിവസം വർക്ക് ഉണ്ടാവും, പോയി ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പടം. അപ്പം ഞാൻ പടം എപ്പോഴും ഞാൻ സീരിയൽ വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പടത്തിന് ഡേറ്റ് വന്നാൽ എനിക്ക് പടത്തിൻ്റെ ഡേറ്റ് തരണം, ഒറ്റ സീരിയലേ ഞാൻ ചെയ്യുള്ളൂ. എന്നെ ഈ സീരിയൽ കഴിഞ്ഞപ്പോൾ ഞാൻ വിളിച്ചു 3, ഞാൻ പറഞ്ഞു സോറി, കാരണം ഇത് തന്നെ 15 ദിവസം കൊടുക്കുന്നുണ്ട്, പിന്നെ ഇവിടെ സമയമില്ലല്ലോ. അപ്പോൾ ആ സീരിയൽ ഞാൻ ചെയ്തത് 14 വർഷത്തിൽ ചെയ്തെങ്കിലും അത് വളരെ നല്ല റേറ്റിങ്ങിൽ ഫ്ലവേഴ്സിൽ അവരുടെ സ്വന്തം പ്രൊഡക്ഷനിൽ നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഞങ്ങൾ നല്ലൊരു ഇതാണ്, ഐശ്വര്യമുണ്ട്, അങ്ങനെ ഞങ്ങൾ കുറച്ച് പേരുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ ഭയങ്കര കമ്പനി, ഒരു കുടുംബം തന്നെയാണ്. വിവേക് ഗോപനുണ്ട്, എൻ്റെ മോനായിട്ട് വിവേക് ഗോപനല്ലേ, അതെ, നല്ല ഒരു സുസ്മിത, അങ്ങനെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. പക്ഷെ ഇതിനൊക്കെ ഏറ്റവും അടിസ്ഥാനം ഞങ്ങളുടെ തലവൻ തന്നെ ഫൈസൽ അടിമാലി. ഞാൻ ആദ്യമായിട്ടാണ് ഫൈസൽ അടിമാലി നമ്മുടെ പടത്തിൽ സീരിയലാണ്.